എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഫ്ലവേഴ്സ് 1 കോടി. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് അസാമാന്യമായ ആത്മവിശ്വാസമുള്ള ഒരു പെൺകുട്ടിയാണ്. തൊടുപുഴയിൽ നിന്ന് വരുന്ന ആളാണ് മത്സരാർത്ഥി. പറയുമ്പോ ഏഷ്യയിൽ 2 കൈകളുമില്ലാതെ ആദ്യമായി കാർ ഓടിക്കാൻ ലൈസൻസ് നേടിയ പെൺകുട്ടിയാണ്. പരിചയമാണ് തൊടുപുഴയിൽ നിന്ന് ജിലിമോൾ മാരിയറ്റ് തോമസ്. ഇരു കൈകളുമില്ലാതെ പിറന്നു വീണൊരു പെൺകുട്ടി പിന്നീടുള്ള ജീവിതയാത്രയിൽ ആരുടെയെങ്കിലും സഹായഹസ്തം തേടി കാത്തുനിൽക്കുമെന്ന് കരുതിയവർക്ക് മുന്നിൽ ജിലിമോൾ മാരിയറ്റ് തോമസ് എന്ന ഈ മിടുക്കി അവിശ്വസനീയമായ ഒരു അത്ഭുതമാണ്. കൈകൾക്ക് പകരം കാലുകൾ കഠിന പ്രയത്നത്തിലൂടെ സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കിയ ജിലിമോൾക്ക് മുന്നോട്ടുള്ള യാത്രകൾ ഇപ്പോൾ ഒരു വെല്ലുവിളിയേ അല്ല. ഇരു കൈകളുമില്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ഏഷ്യയിലെ ആദ്യ പെൺകുട്ടി എന്ന നേട്ടവും അതിജീവനം തേടിയുള്ള ഈ യാത്രകളിലൂടെ ജിലിമോൾ സ്വന്തമാക്കി. വിധിയെ പഴിക്കാതെ ജീവിത വിജയത്തിന്റെ പുതിയ പാതകളിലൂടെ മുന്നേറുവാനും സഞ്ചരിക്കുവാനും മറ്റുള്ളവർക്ക് പ്രചോദനം പകരുന്ന ആത്മവിശ്വാസത്തിന്റെ പുഞ്ചിരി ചുറ്റുമുള്ളവർക്ക് സമ്മാനിക്കുവാനും ഈ തൊടുപുഴക്കാരിക്ക് കരുത്തും കരുതലുമായത് ഇവരുടെ സ്നേഹത്തണലും പിന്തുണയുമാണ്. ഒരു തിരിച്ചടിയും സ്വന്തം ജീവിതത്തിന്റെ അവസാനമല്ലെന്ന് തിരിച്ചറിവുമായി ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക് ജിലിമോൾ മാരിയറ്റ് തോമസ്. ഹായ് കുട്ടേട്ടാ. നമസ്കാരം ജിലിമോൾ. ജിലിമോൾ മാരിയറ്റ് തോമസ്. എന്താടോ ഇങ്ങനൊരു പേര്? അറിയില്ല സർ. നമസ്കാരം. അപ്പൊ ആരായി പേരിട്ടത്? ആന്റിയാണ് പേരിട്ടത്. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ശരിക്കും ഈ ഇങ്ങനെ ഒരു ലൈസൻസ് വാങ്ങിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാനും വിചാരിച്ചു എങ്ങനെയാടാ ഇത് പറ്റിച്ചെടുത്തതെന്ന്. കുറെ കാലം ഓടിയോ? ഒരു 6 വർഷം. സർക്കാർ 6 വർഷം ഓടി അല്ലേ? ഓഫീസുകളിൽ, സർക്കാർ ഓഫീസിൽ കുറെ നടന്നു. അത്യാവശ്യം. ഇന്ത്യയിൽ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ വാങ്ങിച്ചു? ഇന്ത്യയിൽ ഒരാളുണ്ട്, ഇൻഡോറിൽ നിന്നുള്ള വിക്രം അഗ്നിഹോത്രി എന്ന് പറയുന്നത്. ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്, ലൈസൻസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയാ കാർ ലൈസൻസ് കിട്ടിയ ഏഷ്യയിലെ ആദ്യത്തെ ആളെന്ന് പറയുന്നത് എങ്ങനെയാ? ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ്. വനിത. ഓ, ആദ്യത്തെ വനിത. അപ്പൊ തിരുത്തുന്നു. ഈ കാർ ഓടിക്കാൻ ഇരു കൈകളും ഇല്ലെങ്കിൽ പോലും കാർ ഓടിക്കാൻ ലൈസൻസ് എടുത്ത ഏഷ്യയിലെ ആദ്യത്തെ വനിത. ഒരു തിരുത്ത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എവിടെ വരെ പഠിച്ചു? ഞാൻ ഡിഗ്രിയാണ് ചെയ്തത് സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചങ്ങനാശ്ശേരിയില്. മീഡിയ വില്ലേജ് എനിക്കറിയാം, ഞാൻ അവിടെ വന്നിട്ടൊക്കെ ഉണ്ട്. അവിടെ ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ. അപ്പൊ ഗ്രാഫിക് ആർട്ടിസ്റ്റ് ആവുകയാണ് താല്പര്യം? അല്ല, ഇപ്പൊ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫ്രീലാൻസർ ആണ്, ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇന്നിപ്പോ ആരൊക്കെയാ കൂടെ വന്നിരിക്കുന്നത്? ഇന്ന് കൂടെ വന്നേക്കുന്നത് ഞാൻ പഠിച്ച് വളർന്നു വന്നത് ചങ്ങനാശ്ശേരി മേഴ്സി ഹോം എന്ന് പറയുന്ന ഒരു സ്ഥാപനം. അവിടുന്ന് സിസ്റ്റർ വന്നിരിക്കുന്നത്. സിസ്റ്റർ പേരെന്താ? സിസ്റ്റർ സെലിൻ ജോസ്. അവിടെ ഈ മേഴ്സി ഹോം വലിയൊരു സ്ഥാപനമാണോ സിസ്റ്റർ? ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ പരിശീലനം കൊടുത്ത് അവരെ വിദ്യാഭ്യാസമൊക്കെ നടത്തി അവരെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് മേഴ്സി ഹോം. അപ്പൊ എത്രയോ കൊല്ലങ്ങളായി? 1947 ഓഗസ്റ്റ് 4-നാണ് ഇത് തുടങ്ങിയത്. അത് കഴിഞ്ഞാ സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ? ഗോൾഡൻ ജൂബിലിയാണ്. അത്രയും വർഷമായി അല്ലേ? ഓക്കെ. ഇദ്ദേഹം എന്നാ വന്നേ അവിടെ? 1996 വന്നതാണ്. 96. കോളേജ് എത്രാമത്തെ വയസ്സിൽ വന്നു? 5ാമത്തെ വയസ്സിൽ. ഓക്കെ. ആരാ ഇങ്ങനെ പേരിട്ടത് ഇയാൾക്ക്? ജിലുവിന് പേരിട്ട പേരൻസ് തന്നെയല്ലേ? നമ്മളാരും ഇട്ട പേരല്ല അല്ലേ? വീട്ടിൽ വിളിക്കുന്ന എന്തോ? വീട്ടിൽ വിളിക്കുന്നത് ജിലു. അപ്പൊ ഞാൻ ജിലു എന്ന് വിളിച്ചാ പോരെ? മരിയറ്റ് തോമസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് നീണ്ടു പോകുന്നല്ലോ. അപ്പൊ ജിലു എന്ന് വിളിക്കാം. ഓക്കെ. ടീച്ചർ സെന്റ് തെരേസസ് കോളേജ് പ്രിൻസിപ്പൽ ആണെന്ന് എനിക്ക് മനസ്സിലായി. അതെ. അൽഫോൺസ ടീച്ചർ. അൽഫോൺസ വിജയ ജോസഫ്. അപ്പൊ വീട്ടിൽ നമ്മളുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ? അതെ, ഉണ്ട്. എന്റെ ഹസ്ബൻഡ് സാറിന്റെ സ്റ്റുഡന്റ് ആണ്. വളരെ അഭിമാനത്തോടു കൂടി പറയുന്നത് എപ്പോഴും. കേരളവർമ്മ കോളേജിൽ പ്രീ ഡിഗ്രി സ്റ്റുഡന്റ് ആയിരുന്നു. അല്ലെ, എനിക്കുള്ളൊരു സന്തോഷം. ഞാൻ അവിടെ കേരളവർമ്മ കോളേജിൽ വളരെ കുറച്ച് കാലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇങ്ങനെയൊക്കെ നമ്മൾ ഇറങ്ങി നടക്കും, ചില ആൾക്കാരെ കണ്ടുമുട്ടും. നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അല്ല, വളരെ ഇമ്പാക്ട്ഫുൾ ആയിരുന്നിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ. ഞാൻ അവിടെ ഹോസ്റ്റലായിരുന്നു താമസിക്കുന്നത്, കുട്ടികളോടൊപ്പം ആയിരുന്നു. കാരണം എനിക്ക് 21 വയസ്സും കുട്ടികൾ അവിടെ PG ഒക്കെ ഉണ്ടല്ലോ ടീച്ചർ, ഏതാണ്ട് ഒരു പ്രായം. അപ്പൊ അങ്ങ് ഡീറ്റെയിൽസ് പറഞ്ഞില്ല. എന്റെ പേര് AP മത്തായി എന്നാണ്. ഞാൻ കേരള ദർശനവേദി എന്ന ചെറിയൊരു സാംസ്കാരിക സംഘടനയുടെ ചെയർമാനാണ്. അപ്പൊ ഇദ്ദേഹമായിട്ട് എങ്ങനെ ബന്ധപ്പെടും? ജിലുവായിട്ട് ഇദ്ദേഹമായിട്ട് ഒരു 15 വർഷമായിട്ട്
എനിക്ക് ഫോണിലൂടെയാണ് ബന്ധം. ഓ, ഫോണിലൂടെയാ ബന്ധം. അതെ. അപ്പൊ ഒരു 10 വർഷം മുമ്പ് ഒരു സ്വീകരണം കൊടുക്കണമെന്നൊക്കെ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നു. അപ്പൊ കൊടുത്തോ? ആ സ്വീകരണം ഈ 10 വർഷം മുമ്പ് ഉദ്ദേശിച്ചെങ്കിലും കഴിഞ്ഞ മാസമാണ് സ്വീകരണം കൊടുക്കാൻ കഴിഞ്ഞത്. ഓക്കെ. അപ്പൊ അത് ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറാണ് ഓ, അത് ശരി. ഗോവ ഗവർണർ വന്നു. സെന്റ് തേരസസിൽ വെച്ചിട്ടാണ് പിന്നെ എൻ്റെ സ്വീകരണം കൊടുത്തത്. അപ്പോൾ സെന്റ് തേരസസിലെ കുട്ടികളും അവിടുത്തെ അധ്യാപകരെല്ലാം കൂടി ഇപ്പം ജിലുമോൾക്കൊരു പെര പണിത് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. പക്ഷേ വീട് പിന്നെ സ്ഥലമില്ല സ്വന്തമായിട്ട്. അതാണ് പ്രശ്നം അല്ലേ? അതാണ് പ്രശ്നം. നമുക്ക് നോക്കാം. ടീച്ചറിന് എങ്ങനെയാ ബന്ധം എന്ന് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ബന്ധം ഇതേപോലെ ഈ പ്രോഗ്രാം ഞങ്ങളുടെ കോളേജിൽ വെച്ചായിരുന്നു നടത്തിയിരുന്നത്. അപ്പം അവിടെ വെച്ച് ഞങ്ങളുടെ NSS കോർഡിനേറ്റേഴ്സും NSS സ്റ്റുഡൻസും ഒരു ആഗ്രഹം പറഞ്ഞതായിരുന്നു, ജിലുമോൾക്ക് ഒരു വീട് അവര് വെച്ച് കൊടുക്കുന്ന സ്നേഹഭവനം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് NSSന്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ജിലുമോൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, നന്നായി. ടീച്ചറെ വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ ശിഷ്യൻ മനോജിനോട് അന്വേഷണം പറയണം. ഓക്കെ, താങ്ക് യു. അപ്പൊ ജിലു, അപ്പൊ സ്ഥലമില്ലാത്തതാണ് പ്രശ്നമല്ലേ? നമുക്ക് എവിടെ സ്ഥലം കണ്ടുപിടിക്കാം, അതൊരു വലിയ ഇഷ്യൂ അല്ലേ? ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? ഇപ്പൊ ഞാൻ എറണാകുളം YWC ഹോസ്റ്റലില്. സ്ഥലം കണ്ടെത്തിയാൽ വീട് സെന്റ് തെരേസ വെച്ച് കൊടുക്കും, അങ്ങനെയല്ലേ? അപ്പൊ ടീച്ചറെ കരുതിയിരുന്നോളൂ, നമ്മൾ എവിടെയെങ്കിലും കണ്ടെത്തും സ്ഥലം. ഓക്കെ. അപ്പോൾ ജിലു, ഇനി നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് വരികയാണ്. ഓക്കെ. ഈ എത്ര കാലം എറണാകുളത്ത് YWC ഒക്കെ താമസിക്കുന്ന കാര്യം? YWCയിൽ ഞാൻ ജോലിയുടെ ആവശ്യത്തിനായിട്ടാണ് എറണാകുളത്തേക്ക് വരുന്നത്. ഞാൻ തൊടുപുഴയായിരുന്നു പഠിച്ചു കഴിഞ്ഞ് തൊടുപുഴയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ, ശാന്തി സോഫ്റ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വെബ് ആൻഡ് ഗ്രാഫിക് ഡിസൈനറായിട്ട് 6 മാസം വർക്ക് ചെയ്തു. അതിനുശേഷം പിന്നീട് ഞാൻ കുറച്ച് നാള് തൊടുപുഴയുള്ള ഒരു സേക്രഡ് ഹാർട്ട് ഹോസ്പിറ്റലുണ്ട്, പൈങ്കുളം ഹോസ്പിറ്റൽ. അവിടെ കുറച്ച് നാൾ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടും ഒപ്പം തന്നെ ഈ ഗ്രാഫിക് ഡിസൈനിങ് വർക്കുകൾ പാർട്ട് ടൈം ആയിട്ടും ചെയ്തു വന്നു. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ഡിസൈനിങ് ആണ്, അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് തോന്നി. അങ്ങനെയാണ് എറണാകുളത്തേക്ക് വരുന്നത്. ബിഷപ്പ് മാർ എടയന്ത്രത്ത് പിതാവ് വഴിയാണ് ഞാൻ എറണാകുളത്തേക്ക് വരുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിരിക്കുന്ന പല പ്രേക്ഷകരും, കാര്യം ലോകത്തെമ്പാടും ഇരുന്ന് മലയാളികൾ ഈ പരിപാടി കാണുന്നു. മലയാളം മാത്രമല്ല, നമ്മുടെ ബോർഡറിലുള്ള തമിഴ്നാട്, കർണാടക അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെ ആൾക്കാരും ഒക്കെ കുറച്ച് പ്രോഗ്രാം കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ തോന്നുന്ന ചില സംശയങ്ങളുണ്ട്. അതായത് ഇങ്ങനെ കൈകളില്ലെങ്കിൽ എങ്ങനെ കാർ ഓടിക്കും, അതായിരിക്കും ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ജിലു അതെങ്ങനെയാണ് കടന്നു ചാടിയത്? ലൈസൻസ് വാങ്ങിച്ചിരിക്കട്ടെ, അതൊരു വലിയ കഥയാണല്ലോ. ഓക്കെ. ഇപ്പം ചെറുപ്പം മുതൽ ബൈ ബർത്ത് തന്നെ എനിക്ക് കൈ ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്റെ വീട്ടിലൊന്നും എന്നെ കൈകളില്ലായിരുന്നു, ജനിച്ചപ്പോ തന്നെ കൈകളില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഒരു സ്പെഷ്യൽ ചൈൽഡ് എന്നുള്ള രീതിയിലല്ല എന്നെ വീട്ടിലും ട്രീറ്റ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ എന്റെ ചേച്ചി അവരെങ്ങനെയാണോ വളരുന്നത്, എന്റെ ചേച്ചിയും കസിൻസും ഒക്കെ എങ്ങനെയാണോ വളരുന്നത്, അതുപോലെ തന്നെയാണ് എന്റെ അടുത്തും. വീട്ടില് പേരൻസ് മരിച്ചുപോയി. മമ്മി എനിക്ക് 4.5 വയസ്സൊക്കെ ഉള്ളപ്പോ മരിക്കുന്നതാണ്. പപ്പ ഒരു 7 മാസം മുന്നേ മരിച്ചുപോയി. ഇപ്പം സ്റ്റെപ്പ് മദർ ഉണ്ട്, അനിയത്തിയും ചേച്ചിയുമാണുള്ളത്. ഈ ഫാദർ പിന്നീട് കള്ളം കഴിച്ചു, അമ്മ മരിച്ചതിന് ശേഷം. ഓക്കെ. അമ്മ എങ്ങനെയാ മരിച്ചത്? മമ്മിക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അന്ന് ജിലുവിന്റെ പ്രായം 4.5 വയസ്സ്. അപ്പൊ അത് കഴിഞ്ഞാണ് ഫാദർ എത്ര കാലം കഴിഞ്ഞ് കള്ളം കഴിച്ചു? ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ്. അതിലൊരു മകളുണ്ടോ? അതിലൊരു മകളുണ്ട്. അപ്പൊ നിങ്ങൾ എത്ര പേരാ ടോട്ടലുള്ളത്? ഞങ്ങൾ 3 പേരുണ്ട്. ഒരു ചേച്ചിയുടെ ചേച്ചി എരുമേലിയില്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒന്നിച്ച് വളരുമ്പോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ വളർത്തി. അതിന്റെ ക്രെഡിറ്റ് ആർക്കാണ്? അതിന്റെ ക്രെഡിറ്റ് ഗ്രാൻഡ് പേരൻസിനുണ്ട്, പിന്നെ പപ്പയ്ക്കുണ്ട്, പിന്നെ എന്റെ മറ്റു ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതൊരു യഥാർത്ഥത്തിൽ പ്രേക്ഷകരോട് നമ്മൾ അടിവരായിട്ട് പറയേണ്ട കാര്യമോ? സാധാരണ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വാത്സല്യം കൂട്ടും, ലാളന കൂട്ടും, അല്ലെ? എപ്പോഴും ഒരു അസുഖം വന്ന കുട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യും. അതൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് താങ്കളൊരു മോട്ടിവേഷണൽ സ്പീക്കറൊക്കെ അല്ലേ ഇപ്പോ? അതെ, നമ്മൾ കാണുന്ന ഒരു ഇതാണ്. ഒന്നെങ്കിൽ കുട്ടികളെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യും, പേരൻസ് ഉള്ള എത്രയും കാലം അവരെ സ്വന്തമായിട്ടൊന്നും ചെയ്യാനായിട്ട് അനുവദിക്കില്ല. അപ്പൊ അതുവഴി കുട്ടികൾക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ചിലപ്പോൾ ബൈ ബർത്ത് ഡിസബിലിറ്റി ഉണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും അവരുടെ ജീവിതത്തിലോട്ട് ഇങ്ങനെ ഡിസബിലിറ്റി കടന്നു വരുന്നത്. അപ്പോൾ ആ സമയത്ത് അവരെ സമയമെടുക്കും, അതിനുള്ളൊരു സമയം, ആ ഒരു കാര്യം തെളിഞ്ഞു വരാനുള്ള സമയം അവർക്ക് കൊടുക്കുക, ക്ഷമയോടെ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. ചങ്ങനാശ്ശേരിയിലെ മെഴ്സി ഹോം എന്ന് പറയുന്ന സ്ഥലത്ത് ജിലു എത്തപ്പെടാനുള്ള കാര്യം എന്താ? എത്ര വയസ്സുള്ളപ്പോഴാണ് അവിടെ എത്തിയത്? ഞാൻ ആദ്യം 4.5 വയസ്സുള്ളപ്പോഴാണ് മെഴ്സി ഹോമിൽ എത്തുന്നത്. അതായത് അമ്മ മരിച്ചതിന് ശേഷമാണോ? അതെ, മമ്മി മരിക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ എന്റെ പപ്പയുടെ മൂത്ത സഹോദരി സിസ്റ്റർ ആയിരുന്നു, സിസ്റ്റർ നിക്ലാസ്. ആന്റി മരിച്ചുപോയി. ആന്റിയാണ് ഇങ്ങനെ ചങ്ങനാശ്ശേരിയിൽ ചെത്തിപ്പുഴയിൽ SD സിസ്റ്റേഴ്സ് നടത്തുന്ന മേഴ്സി ഹോം എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ട് എന്ന് വീട്ടിൽ പറയുന്നത്. അപ്പൊ ആ സമയത്ത് മമ്മിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നെ അങ്ങോട്ടേക്ക് വിടാനായിട്ട്. അപ്പൊ മമ്മിയുള്ള അത്രയും കാലം ഞാനും അവിടെ മമ്മിയുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്നുള്ളത്. പേരൻസ് അങ്ങനെ ചിന്തിക്കാൻ കാര്യം എന്താ?
വീട്ടിൽ കൊടുക്കുന്ന ഒരു ട്രെയിനിങ്ങിനേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ശിക്ഷണം. കാര്യം ഭിന്നശേഷിയുള്ള കുട്ടികളുടെ സ്ഥാപനമാണല്ലോ അത്. അതുകൊണ്ടാണ് അങ്ങോട്ട് അയച്ചത്. അതെ, കാരണം പേരൻസിന് അറിയില്ലേ ഈ കുട്ടീനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും. കാരണം അവരും കേൾക്കുന്ന ഒരു ചോദ്യം, എങ്ങനെ വളരും, എങ്ങനെ മുന്നോട്ട് പോകും, ആരുണ്ട്, എങ്ങനെ ജീവിക്കും, ഈ ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് അവർ കേൾക്കുന്നത്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്നുള്ളത് ആൻറ്റി പറഞ്ഞാണ് അറിയുന്നത്. മമ്മിയുടെ മരണശേഷമാണ് മേഴ്സി ഹോമിലേക്ക് ആദ്യം വരുന്നത് 4.5 വയസ്സിൽ. പക്ഷേ ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. കരഞ്ഞു. 4 വയസ്സുള്ള കുട്ടി വാവിട്ട് കരഞ്ഞു. അതെ. അപ്പോൾ പപ്പ അവിടെ നിന്ന് ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് താമസിച്ചു നോക്കി. പക്ഷേ രക്ഷയില്ല. അപ്പോൾ അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അതിനുശേഷം പിന്നെ 5.5 വയസ്സിലാണ് വീണ്ടും തിരിച്ച് മേഴ്സി ഹോമിലോട്ട് വന്ന് അവിടെ നിന്ന് പഠനം ആരംഭിക്കുന്നത്. അപ്പൊ ഈ 4.5 വയസ്സിൽ നിലവിളിച്ചു. 5.5 വയസ്സിലോ? 5.5 വയസ്സിൽ എൻ്റെ പപ്പയുടെ ഫാദറിനെ ഞാൻ ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം എന്നെ ഇങ്ങനെ ആദ്യം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആ പ്രായത്തിൽ. ഇങ്ങനെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഞാൻ അവിടെ പോകും, ഞാൻ പഠിച്ച് വലിയ ആളാകും എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. പക്ഷെ ഇവിടെ കൊണ്ട് വിട്ടപ്പോൾ എൻ്റെ വിധം മാറി. ഇങ്ങോട്ട് വരുന്ന കാര്യം പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദർ ചാച്ചൻ ചേർപ്പുങ്കൽ പള്ളിയിലൊരു നേർച്ച നേർന്നു, എൻ്റെ ഉണ്ണീശോയെ എൻ്റെ കൊച്ചിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാകുന്നത് വരെ അവളവിടെ നിന്ന് പഠിക്കണേന്നും പറഞ്ഞു. അതൊരു 1.5 നേർച്ചയായിരുന്നു. അപ്പൊ അതോടെ പ്രശ്നങ്ങളെല്ലാം മാറി. കരച്ചിലടങ്ങി. പിന്നെ 15 വർഷം ഞാൻ മേഴ്സി ഹോമിൽ നിന്നാണ് പഠിച്ച് വളർന്നു വന്നത്. നമ്മുടെ സിസ്റ്റർ അന്ന് മുതലേ അവിടെ ഉണ്ടോ? സിസ്റ്റർ എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിലല്ല, പക്ഷെ വന്നു പോയി കണ്ട് അങ്ങനെ അറിയാം എന്നെ. പിന്നെ സിസ്റ്ററിന് ഓർമ്മയുണ്ടോ വന്ന കാര്യം? ഞാൻ 89-ലാണ് കോൺവെന്റിൽ സിസ്റ്റർ ആകുന്നത്. അതിനുശേഷം ഞങ്ങളുടെ ഫോർമേഷൻ കാലത്ത് മേഴ്സി ഹോമിലെ ഞങ്ങൾ ഇവരുടെ പരിശീലനത്തിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ അയക്കാറുണ്ട് പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്ന്. അപ്പൊ അന്നേരമൊക്കെ ജിലുവിനെ അറിയാം. അപ്പോ ജിലു, നമ്മുടെ ഈ പ്രേക്ഷകരുടെ ഡൗട്ട് ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ കൈകളില്ലാത്ത ഒരാൾ എങ്ങനെ കാർ ഓടിക്കും? അല്ലെ, കാരണം സാധാരണ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമല്ല. കാരണം കൈകളിൽ പിന്നെ കാർ ഓടിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ആദ്യം നമുക്ക് അതിൽ തുടങ്ങാം. എന്തുകൊണ്ട് കാർ ഓടിക്കണമെന്ന് തോന്നി? അങ്ങനെ പ്രത്യേകിച്ചൊരു ആഗ്രഹമായിട്ട് തോന്നിയൊരു കാര്യമല്ല ഈ കാർ ഓടിക്കൽ എന്ന് പറഞ്ഞാൽ. കാരണം എല്ലാ കാര്യങ്ങളും കാലുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ മൗസൊക്കെ കീബോർഡും യൂസ് ചെയ്യുന്നത് കീബോർഡിന്റെ സ്റ്റാൻഡ് എൻ്റെ മുട്ടിന്റെ ലെവലിലോട്ടാക്കി താത്തി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു രീതികളുണ്ട്. അങ്ങനെ ഒരു കാര്യം ഈ കാറിന്റെ കാര്യത്തിലും വേണ്ടി വരും. മേഴ്സി ഹോമിലെ സിസ്റ്റർ മരിയല്ല എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഉണ്ട്. അമ്മയായിരുന്നു. ഞങ്ങൾ സിസ്റ്റേഴ്സിനെ അമ്മയെന്ന് അമ്മമാരെന്നാണ് വിളിക്കാറ്. അപ്പൊ അമ്മയാണ് എനിക്ക് ഈ കാലുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പരിശീലനം തന്നത്. ആദ്യമായിട്ട് എനിക്കിങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഒരു ഐഡിയ ഇട്ട് തന്നത് എൻ്റെ അമ്മയാണ്, പപ്പയുടെ അമ്മ. അമ്മ ഒരു ബുക്ക് പൊതിഞ്ഞിട്ട് നിലത്തിട്ട് ചവിട്ടി കാണിച്ചു. സാധാരണ നമ്മളാരും ബുക്കിൽ അങ്ങനെ ചവിട്ടത്തില്ല. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ചെറുതായിട്ട് ഞാൻ കാലുകൊണ്ട് എൻ്റെ ടോയ്സ് ഒക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലുമൊക്കെ എടുത്തു വെക്കാന്നുള്ളൊരു രീതിക്ക് ഞാൻ അന്ന് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. മേഴ്സി ഹോമിൽ വന്ന് മരിയല്ലാമ്മ ട്രെയിനിങ് തന്നു, എഴുതാനായിട്ട്, ബ്രഷ് ചെയ്യാനായിട്ട്, മുടി ചെയ്യാനായിട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാം കാലുകൊണ്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഡ്രൈവിങ്ങിലോട്ടും ഞാനൊരു നോർമൽ കാര്യമായിട്ട് തന്നെയാണ് അതിനെ കണ്ടത്. അതെ, നിയമ തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് അറിയായിരുന്നു. പക്ഷെ നമ്മൾ എക്സാക്ട് ഒരു കാരണത്തോട്ട് നമ്മൾ കയറണമല്ലോ. അപ്പൊ ഇതിനെ വഴികാട്ടിയായത് ആരാണ്? മേഴ്സി ഹോമിലെ ഞങ്ങളുടെ ഡ്രൈവർ, ഞങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടുന്ന ചേട്ടനുണ്ടായിരുന്നു. തോമസ് എന്നാണ് ചേട്ടന്റെ പേര്. അപ്പൊ ചേട്ടനാണ് ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ സ്റ്റിയറിംഗ് തരുന്നത്. അതെ, കള്ളത്തരത്തിൽ തന്നാണോ അതോ ഇവരൊക്കെ അറിയാമോ? അങ്ങനെയല്ല, സിസ്റ്റേഴ്സ് ഒക്കെ വണ്ടി ഓടിക്കാൻ കൊടുക്കുന്നത് കള്ളത്തരത്തിലല്ല. അങ്ങനെ കള്ളത്തരത്തിലൊന്നും അല്ല, എല്ലാവർക്കും അറിയാം. പിന്നെ എൻ്റെ പപ്പയുടെ പെങ്ങളുടെ ഹസ്ബൻഡ് പാപ്പൻ, അടിമാലിയിലാണ് വീട്. മണ്ണാറത്ത് നിന്നാണ് പാപ്പന്റെ വീട്ടിൽ. പാപ്പനാണ് പിന്നെ എനിക്ക് മടിയിലിരുത്തി സ്റ്റിയറിംഗ്. പാപ്പന് 4 പെൺമക്കളാണ്. അവർ 4 പേരും നന്നായിട്ട് ഡ്രൈവ് ചെയ്യും. അപ്പോൾ ഈ ഒരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ഡ്രൈവിങ്ങിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. എത്രാമത്തെ വയസ്സിലായപ്പം ശരിക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി? കോൺഫിഡൻസ് എപ്പോഴാ വന്നത്? അത് 18, അത് ചെറിയ കുട്ടി ആയിരിക്കുമ്പോഴേ ഉണ്ട്. പിന്നെ പണി നോക്കിയത് അല്ല, ഫുള്ളായിട്ട് പണിത് നോക്കിയിട്ടില്ല. അതൊക്കെ നമ്മളുടെ ഈ പ്രോസസ്സിലോട്ട് കടന്നതിന് ശേഷം മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കിയത്. നല്ല ഡ്രൈവറാണോ? സ്വയം വിലയിരുത്തുമ്പോൾ? അതെ അതെ, ദൈവം സഹായിച്ച് ഈ നിമിഷം വരെ ഒരു ആക്സിഡന്റ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇല്ല. എത്ര കൊല്ലമായിട്ട് ഓടിക്കുന്നു? കൊല്ലമല്ല, ഇപ്പൊ ഡിസംബറിലാണ്. ഈ ഇടയ്ക്കല്ലേ റോഡിൽ ഇറങ്ങിയത്? ആഫ്റ്റർ ലൈസൻസ് അല്ലേ? അതെ. ഞാൻ സിസ്റ്റർ സെലിൻ ജോസിന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ വണ്ടി എടുത്ത് റോട്ടിൽ ഇറങ്ങുള്ളൂ. സിസ്റ്ററിന് ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഉണ്ട്.
ഉണ്ട്. അപ്പൊ ആ സിസ്റ്റർ പറഞ്ഞ കാര്യമായി വണ്ടി ഓടിക്കുന്നവർക്കല്ലേ അതിന്റെ അവാർഡ് അറിയൂ. ഓക്കെ, അപ്പൊ നമുക്ക് പൈസയൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പൊ നമുക്ക് മത്സരിക്കുക, 1 കോടി രൂപ അടിച്ചു മാറ്റുക. പിന്നെ നമുക്ക് 2 ഏക്കർ പുരയിടമൊക്കെ വാങ്ങിച്ച് അതിന് നടക്കൊരു വീടൊക്കെ വയ്ക്കാം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ കുട്ടേട്ടനാണിത്. കുട്ടേട്ടനെ പരിചയപ്പെട്ടോ? ഹലോ കുട്ടേട്ടാ. നമസ്കാരം ജിലുമോൾ. നമസ്കാരം. താങ്കൾക്ക് സുഖം തന്നെയല്ലേ? അതെ, സുഖമായിട്ടിരിക്കുന്നു കുട്ടേട്ടാ. താങ്കളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തി കുട്ടേട്ടന് ഒരു കാര്യം പറയാനുണ്ട്. താങ്കൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സ്കൂൾ വാൻ ഓടിക്കാൻ ശ്രമിച്ചിരുന്നു. മിസ്റ്റർ തോമസ് എന്ന് പറയുന്ന ഒരു ഡ്രൈവറായിരുന്നു താങ്കൾക്ക് അതിനുള്ള അവസരം തന്നത്. ശരിയല്ലേ? സ്കൂൾ വാൻ ഓടിക്കാൻ ശ്രമിച്ചോ? സ്കൂൾ വാനിലാണ് സ്റ്റിയറിംഗ് കൺട്രോൾ മാത്രം. ഇവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അത്? പിന്നെ അതെ അതെ അറിഞ്ഞുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ കുട്ടേട്ട അത് അങ്ങനെ തന്നെ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി മത്സരത്തിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് 20 ചോദ്യങ്ങൾ വഴി 1 കോടിയിൽ മത്സരിച്ച് 1 കോടിയിൽ എത്താം. അതല്ലെങ്കിൽ 10 ചോദ്യങ്ങൾ വഴി 1 കോടിയിൽ എത്താം. 10 ചോദ്യങ്ങൾ വഴിയാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. നമുക്ക് പതിയെ പോയാൽ മതി. ഓവർ സ്പീഡ് നമുക്ക് താല്പര്യമില്ല. ഓവർ സ്പീഡ് കുറ്റകരമാണ്. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് 10,000 രൂപയുടെ ചോദ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടോ. 10,000 രൂപ, 10,000 റുപ്പീസ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. 10,000 രൂപയുടെ ചോദ്യമാണ്. ഇനി പറയുന്നവയിൽ ഏത് കലാകാരന്മാർ സാധാരണ ഉപയോഗിക്കുന്ന വാചകമാണ് അബ്ര കഡാബ്ര? ഓപ്ഷൻ എ ബോഡി ബിൽഡേഴ്സ്, ഓപ്ഷൻ ബി മജീഷ്യന്മാർ, ഓപ്ഷൻ സി ചിത്രകാരന്മാർ, ഓപ്ഷൻ ഡി സംഗീതജ്ഞർ. ഓപ്ഷൻ ബി മജീഷ്യൻ. ഓപ്ഷൻ ബി മജീഷ്യൻ. പൂട്ടട്ടെ ഞാൻ? പൂട്ടിക്കോളൂ. 10,000 രൂപ കിട്ടുമോ? 10,000 രൂപ കിട്ടും. കിട്ടും. ഓക്കെ, യു ആർ കറക്റ്റ്. ഓപ്ഷൻ ബി ശരി ഉത്തരം. 10,000 രൂപ കിട്ടിയിരിക്കുന്നു. ജിലു ഓടിക്കുന്ന വണ്ടി സാധാരണ വണ്ടി തന്നെയാണോ, അതോ ഗിയറിൽ എന്തെങ്കിലും മാറ്റമോ അല്ലെങ്കിൽ ക്ലച്ച്, ബ്രേക്ക് ഇതെല്ലാം സാധാരണ രീതിയിലുള്ള വണ്ടി തന്നെയാണോ? അല്ലല്ല, എന്റെ വണ്ടിയിലെ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആക്സിലറേറ്ററും ബ്രേക്കും പെഡല് മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അത് ചെയ്ത് മെക്കാനിക്കൽ സൈഡിൽ നിന്നുള്ളൊരു ഇത് ചെയ്തു തന്നത് ബിജു എരുമേലി എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്. ചേട്ടനും അല്ലല്ല, ഇത് വണ്ടി ആദ്യമേ എടുത്തു, അതിന് ശേഷമാണ് ഈ ഓൾട്രേഷൻസ് വരുന്നത്. അപ്പൊ ഈ വണ്ടി വാങ്ങിക്കാനായിട്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്തതെന്ന് പറയുന്നത്, ഒന്ന് ആദ്യം ഞാൻ ലോൺ എടുക്കുമായിരുന്നു SBI. അവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കവിത മാം എന്ന് പറഞ്ഞൊരു മാം ആയിരുന്നു അന്ന് SBI ബാങ്കിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ലയൺസ് ക്ലബിന്റെ ഭാഗത്തുനിന്നും ഒരു സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരു വണ്ടി നമുക്ക് ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ വണ്ടി ആയി. കാരണം ആ വണ്ടിയിൽ മാത്രമേ ലൈസൻസ് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നിട്ടാണ് ആൾട്ടറേഷൻ ഒക്കെ നടത്തിയതല്ലേ വണ്ടിയിൽ? അതിനുശേഷമാണ് ഓൾട്രേഷൻ നടത്തിയത്. അപ്പൊ ഈ പ്രധാനമായിട്ട് എന്താ ആൾട്ടറേഷൻ ഒക്കെ വരുത്തിയത്? ഒന്ന് ഈ പറഞ്ഞ കാര്യം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണല്ലോ. വൈപ്പർ അങ്ങനെ ഒത്തിരി സംഭവമില്ലേ? ആക്സിലേറ്ററും ബ്രേക്കിന്റെയും പെഡൽ ഉയർത്തി, പിന്നെ സീറ്റിന്റെ ഹൈറ്റ് കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡറി കൺട്രോൾസ്, അതായത് ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹെഡ്ലൈറ്റ്, ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വോയിസ് കമാൻഡ് വഴി കൺട്രോൾ ചെയ്യാവുന്ന രീതിക്ക് അത് VI ഇന്നോവേഷൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. വിമൽ എന്ന് പറയും ആ ചേട്ടന്റെ പേര്. ആ ചേട്ടൻ ചെയ്തു. ഓക്കെ, അങ്ങനെ വോയിസ് കമാൻഡിൽ പോകും. അപ്പൊ ഈ വണ്ടിയൊക്കെ വാങ്ങിച്ചു, ആൾട്ടറേഷൻ വരുത്തി, വോയിസ് കമാൻഡ് ഒക്കെ ആയി, നമുക്ക് മഴയാണെങ്കിൽ വൈപ്പർ ഇട്ടൊക്കെ നമ്മൾ പോകുന്നുള്ള അവസ്ഥയൊക്കെ ആയി, നമുക്ക് വണ്ടി ഓടിക്കാം എന്നുള്ളൊരു വിശ്വാസം ആയതിനു ശേഷം ആരെയാണ് ആദ്യം അപ്രോച്ച് ചെയ്തത്? കാര്യം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് അവരുടെ നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച് ഇങ്ങനെ ഒരാൾക്ക് ലൈസൻസ് കൊടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാകും. കാര്യം അവർ ആക്സിഡന്റിനെ കുറിച്ചൊക്കെ ആലോചിക്കും. 2014 ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യമായിട്ട് അന്വേഷിച്ചൊരു RT ഓഫീസിൽ ചെല്ലുന്നത്. ഏത് RT ഓഫീസിന് ആ ഭാഗ്യം കിട്ടിയത്? തൊടുപുഴ RT ഓഫീസാണ്. എന്റെ വീട് തൊടുപുഴയായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞപ്പോഴേ ഉദ്യോഗസ്ഥൻ സ്ഥലം കാലിയാക്കിയോ? ഇല്ലില്ല. അപ്പൊ പറഞ്ഞു ഇന്ത്യയിൽ തന്നെ 2 കൈകളും ഇല്ലാത്ത ഒരാളുടെ ലൈസൻസിന്റെ കോപ്പി ആയിട്ട് വരാൻ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു അന്വേഷണത്തിലായിരുന്നു. ഒരു അന്ന് അത്ര സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. എനിക്ക് അന്ന് അത്രയും ബുദ്ധിയൊന്നും ഇല്ലായിരുന്നു. പിന്നീട് 2018ഓടെയാണ് ഞാൻ 17 ലാസ്റ്റോടെയാണ് ഞാൻ ഇൻഡോർ സ്വദേശിയായി വിക്രം അഗ്നിഹോത്രി എന്ന് പറയുന്ന ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അറിയുന്നത്. അത് സോഷ്യൽ മീഡിയ വഴി തന്നെ ഇങ്ങനെ അന്വേഷിച്ച് അങ്ങനെ യൂട്യൂബിൽ പരിചയപ്പെട്ടു. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടു. ലൈസൻസ് വാങ്ങിച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അതെന്താ പറഞ്ഞത്? നല്ല കാര്യം. അങ്ങനെ ആദ്യം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ ശ്രമിക്കൂ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആദ്യം സംസാരിച്ചത്. പിന്നെ അവിടുത്തെ നിയമം കുറച്ചും കൂടി എളുപ്പമായിരുന്നു അദ്ദേഹത്തിന് ഈ ലൈസൻസ് ഒക്കെ കിട്ടാനായിട്ട്.
ഇവിടെ കുറച്ചൊരു ടൈറ്റ് വന്നിരുന്നു. ഓക്കെ, അപ്പൊ ഈ തൊടുപുഴ ഓഫീസിൽ കാര്യം നടന്നോ? അല്ല, ഈ പറയുന്ന പോലെ പിന്നെ 2018 ഞാൻ കുമളിയിൽ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാനായിട്ട് ചെന്നപ്പോഴാണ് അവിടുത്തെ ഫാദർ തോമസ് വയലെങ്കിൽ എന്നോട് ചോദിച്ചു എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ജിലുവിനെന്ന്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ശ്രമം തുടങ്ങിയായിരുന്നു ഈ ഇദ്ദേഹത്തെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ. അപ്പോഴാണ് ഒരു അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ് എന്ന് പറയുന്ന ഒരു സാറിനെ എന്നെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ സാറാണ് ഇങ്ങനെ ലോ കോപ്പി ചെയ്യാം, അങ്ങനെ നമുക്ക് ലൈസൻസ് എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത്. ഈ അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ് ഇടപെട്ടതിന് ശേഷം കാര്യങ്ങൾ എങ്ങനെ മാറി? കാര്യം നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച് അവര് സർക്കാർ ജീവനക്കാരായതുകൊണ്ട് തന്നെ അവർ റിസ്ക് എടുക്കില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി. കോർട്ടിൽ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഫയൽ ചെയ്തു. അതിനുശേഷം വണ്ടി ഓൾട്രേഷൻസിന് വേണ്ടിയിട്ട് RTOക്ക് നിർദ്ദേശം കാണാനായിട്ടും അങ്ങനെ തൊടുപുഴ RTO ഓഫീസിൽ നിന്ന് പറഞ്ഞിരുന്നു വണ്ടി ഓൾട്രേഷൻസ് നടത്തിക്കോളാൻ പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഈ പറയുന്ന വണ്ടിയുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒന്നും അന്ന് കിട്ടിയില്ല. കാരണം ഈ പറയുന്ന പേടി അവരുടെ ഭാഗത്തുനിന്ന് അവർക്കും ഉണ്ടാവും. കാരണം ഇങ്ങനെ ഒരു സംഭവം ആദ്യം കേട്ടിട്ടില്ല. പിന്നെ അവരെ സംബന്ധിച്ച് അവർക്കും പേടിയുണ്ടാവും. ഇല്ല, അന്ന് ഞാൻ ഓടിച്ച് കാണിച്ചില്ല. കാരണം ഞാൻ വണ്ടി മീൻസ് ഓൾട്രേഷൻ നടത്തി അങ്ങ് എടുത്തിട്ടേ ഉള്ളല്ലോ. അല്ല, ഓൾട്രേഷൻ പറഞ്ഞപ്പോ അവർക്ക് തൃപ്തികരമായി തോന്നിയില്ല. ഇല്ല, അല്ല അങ്ങനെ പറയാൻ പറ്റില്ല. അവരുടേതായ പേടി യഥാർത്ഥത്തില്. കാരണം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളുടെ റോഡുകളുടെ കാര്യം പറയുന്നുണ്ട്. കൈയുള്ളവർക്ക് പോലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഈ അതായത് ജിനുവിന് ലൈസൻസ് കൊടുത്ത പണി പോയി കിട്ടും എന്ന് വിശ്വാസമുള്ള ജീവനക്കാരുണ്ടായിരുന്നു. അതിപ്പം എങ്ങനെയാണേലും ആൾക്കാരുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പം നമുക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ഏതിന്? അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ ആ വ്യക്തിയുടെ കൈ കൊണ്ടാണോ ലൈസൻസ് എടുക്കേണ്ടത്? ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ കാലുകൾ കൊണ്ടാണ്. അപ്പൊ എന്റെ കാലുകൾ ഫിറ്റ് ആണെന്ന് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൂടാതെ നമ്മുടെ എനിക്കിപ്പോ കാലുകൊണ്ടാണല്ലോ ആ കാലുകൾ ഫിറ്റ് ആണെന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ അതിന് പോലും ഡോക്ടേഴ്സിന് പേടിയുണ്ട് തരാനായിട്ട്. എനിക്ക് ഇവിടെ നമ്മുടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണ് കിട്ടിയത്. 2 ഹോസ്പിറ്റലിൽ തൊടുപുഴയിലും 2 പ്രാവശ്യം കോട്ടയത്ത് പോയി. പിന്നെ ആലപ്പുഴയിൽ പോയില്ല, അന്വേഷിച്ചു. പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടിയില്ല. എറണാകുളത്ത് നിന്ന് ഇതിനാണെന്ന് അറിഞ്ഞപ്പോഴാണോ? ഇതിന് വേണ്ടിയിട്ടാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണ്ടത്. അപ്പോ എല്ലാവർക്കും പേടിയുണ്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അവരുടെ ജോലിയെ ബാധിക്കുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ കൈകളുള്ള ആള് വണ്ടി ഓടിച്ചാലും വണ്ടി ആക്സിഡന്റ് പെടാലോ അല്ലേ? വണ്ടി കൊണ്ട് റോഡിൽ ഇറങ്ങിയ ആക്സിഡന്റ് അതിന്റെ കൂടെ ഉണ്ടല്ലോ. നമുക്കറിയില്ലല്ലോ എന്താ തലയിൽ എഴുതുന്നത് അല്ലേ? ഇതിന് സൗഹൃദ വലയങ്ങളൊക്കെ ഉണ്ടോ? കൂട്ടുകാരികളൊക്കെ ഉണ്ടോ? കൂട്ടുകാരന്മാര് ഉണ്ട്. അവരൊക്കെ എന്താ പറഞ്ഞത്? അടുത്തുള്ളവർക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. എന്റെ പപ്പയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ പപ്പയുടെ പേടിച്ചെന്താണ്? ഞങ്ങളുടെ വീട്ടിൽ ആരും ഡ്രൈവ് ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെയുള്ളിടത്താണ് ഞാൻ ഈ ആഗ്രഹം പറയുന്നത്. തീരുമാനിച്ചു. അങ്ങനെയുള്ളിടത്താണ് പാരമ്പര്യമൊന്നുമല്ല, ഞാൻ തിരുത്തിയല്ലോ. അങ്ങനെയല്ല, ആരും ഡ്രൈവ് ചെയ്യില്ല, എല്ലാവർക്കും പേടിയാണ്. ജിലുവിന് മാത്രം ഇത് എങ്ങനെയാ ഇത്ര ഒരു മോഹം വളർന്നത്? ഞാനൊരു സാധാരണഗതിയിൽ അങ്ങ് തോന്നിപ്പോയ ആഗ്രഹമാണ്. അപ്പൊ പപ്പയുടെ ജിലുവിന്റെ മനസ്സിലൊരു സ്വതന്ത്രയാകാനുള്ള മോഹം കുട്ടിക്കാലത്തെ തന്നെ ഊറിക്കൂടിയെന്ന് തോന്നുന്നു അല്ലേ? ആരുടെ സഹായം ഇല്ലാതെ ജീവിക്കാനും അങ്ങനെ നമുക്ക് തന്ന പരിശീലനങ്ങൾ അങ്ങനെയാണ്. കാരണം നിങ്ങൾ എന്നും ഇതിനുള്ളിൽ ഇങ്ങനെ സ്പൂൺ ഫീഡിങ് പോലെ കഴിയേണ്ടവരല്ല. നിങ്ങൾ നാളെ സൊസൈറ്റിയുടെ ഭാഗമാകാനുള്ളവരാണെന്നുള്ളതാണ്. ആ ഒരു ട്രെയിനിങ് കിട്ടി തന്നെയാണ് ഞങ്ങൾ വളർന്നു വന്നത്. അപ്പം ഇതും നമ്മൾ ഇൻഡിപെൻഡന്റ് ആകുന്നതിന്റെ വലിയൊരു ഭാഗമാണല്ലോ ട്രെയിനിങ്. ഡോക്ടർ തോമസ് മാത്യു ആണല്ലോ അല്ലേ നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് തന്നല്ലേ? ഈ നമ്മുടെ കാലുകൾ വണ്ടി ഓടിക്കാൻ ഫിറ്റാണ്, ഭദ്രമാണ് എന്നുള്ളത് അല്ലേ? അപ്പൊ ഡോക്ടറുടെ ഒരു നിഗമനം എന്തായിരുന്നു ഈ കാര്യത്തില്? ഡോക്ടറിനെ കണ്ട ഉടനെ തന്നെ എന്റെ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട് നീ ഇത് ചെയ്യുന്നുള്ളത്. പിന്നെ അവിടെ വണ്ടി ഓടിച്ചു കാണിച്ചു. അങ്ങനെയാണ് ഡോക്ടറിന്റെ വിശ്വാസമായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ താങ്കൾ ഈ ആവശ്യം പ്രമാണിച്ച് കത്തയച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് എനിക്ക് താങ്കൾ ലൈസൻസ് പത്രത്തിലൊക്കെ വന്നിരുന്നല്ലോ. അപ്പൊ അന്ന് വായിച്ച ഒരു ഓർമ്മയുണ്ട്. അപ്പൊ ആർക്കൊക്കെ അയച്ചു? UN സെക്രട്ടറി ജനറൽ ഉൾപ്പെടെ അയച്ചോ? ഇല്ല, അങ്ങോട്ട് പോയില്ല. അവിടെ വരെ പോയില്ല. ഇന്ത്യക്കകത്ത് എല്ലാവർക്കും അയച്ചു. ഓക്കെ, പ്രധാനമന്ത്രിക്ക് അയച്ചു. മറുപടി കിട്ടിയോ? അതായത് ഒരു സമയത്ത് ഹൈക്കോടതിയിൽ നിന്നൊരു ഓർഡർ വന്നിരുന്നു, കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി വേണം എന്നുള്ളത് ഈ കാര്യത്തില്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയാണ് വന്നത്. പക്ഷെ അന്തിമ തീരുമാനം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണെന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ ഈ ഒരു ലെറ്റർ അയക്കലിൽ കൂടി
അതൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റും. എനിക്കൊന്ന് ഈ ജിലുവിന്റെ ആഗ്രഹത്തിന് പെട്ടെന്നൊരു വേഗം കിട്ടിയത് ഈ മനോരമയിൽ വന്നൊരു ആർട്ടിക്കിൾ, എനിക്ക് രാജേഷ് എന്നോ മറ്റോ പറഞ്ഞ ആൾ എഴുതിയ ലേഖനമാണ് അല്ലേ? ആർട്ടിക്കിൾ അല്ല, സത്യം പറഞ്ഞാല് താങ്കളുടെ ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ച് ആയിരുന്നു അത്? അങ്ങനെയല്ല, രാജേഷ് ചേട്ടൻ കുറച്ചുകൂടി നമ്മള് ജെന്യുവൻ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒരു നിരന്തരമായിട്ടൊരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. ഒരു സമയം എത്തിയപ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ വന്നിരുന്നു. അങ്ങനെ എല്ലാം മൊത്തത്തിലൊന്ന് ഡിലേ ആയി. എല്ലാവരെയും പോലെ എന്നെയും ബാധിച്ചു. അപ്പോ അല്ലെ ജിലു അങ്ങ് തീരുമാനിച്ചങ്ങ് ഇറങ്ങിയതല്ലേ? എത്ര കൊല്ലം എടുത്താലും ഈ ലൈസൻസും കൊണ്ടേ വീട്ടിൽ കയറൂ എന്നുള്ള തീരുമാനിച്ചങ്ങ് ഇറങ്ങിയത്? തീരുമാനം ഉണ്ടായിരുന്നു. അല്ലെ ഞാൻ പറഞ്ഞറിയാം, ഇത്രയും നിശ്ചയദാർഢ്യം ഇല്ലെങ്കിൽ, കാരണം ഇത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ നിലവിലേക്ക് നിയമം അനുസരിച്ചും അവരുടെ ആക്സിഡന്റ് ആണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എപ്പോഴും എന്നുള്ളത് കൊണ്ടും അവർ ആദ്യം ഇത് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. അവർ പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിൽ അതുണ്ടാവും. കാര്യം എന്തിനാണ് ഒരാളെ ഇങ്ങനെ ലൈസൻസ് കൊടുത്ത് റോഡിലിറക്കി മറ്റുള്ളവർക്ക് പേടിപ്പിക്കുന്നതെന്നായിരിക്കും അവർ ആദ്യം ആലോചിക്കുക. അപ്പോൾ അത് നമ്മുടെ ഒരു നിശ്ചയദാർഢ്യമാണല്ലോ, നമ്മൾ ഫൈറ്റ് ചെയ്ത് ഇത് വാങ്ങിച്ചേ അടങ്ങും എന്ന്. ഇത് രാജേഷ് ചേട്ടൻ, ഞാൻ പറഞ്ഞല്ലോ, ഒരു സമയം എത്തിയപ്പോൾ എന്നെ ആരെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നില്ല. ഞാൻ ആ ഹെൽപ്ലെസ് ആയി പോയി. അതെന്താ, ആൾക്കാർ പെട്ടെന്ന് മടുത്തോ? ഇത് കിട്ടില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കാം, എന്താന്ന് എനിക്ക് അറിയില്ല. ഒരുപാട് ഞാൻ ഭയങ്കര നിസ്സഹായം, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പൊ ആ സമയത്ത് രാജേഷ് ചേട്ടൻ എന്നെ ഇങ്ങനെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്നത്. ചേട്ടാ, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോഴാണ് രാജേഷ് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് സ്റ്റേറ്റ് ഡിസബിലിറ്റി കമ്മീഷണറുടെ അടുത്ത് കേസ് ഫയൽ ചെയ്യാൻ. SH പഞ്ചാബാഗേശൻ സാറായിരുന്നു സ്റ്റേറ്റ്, ഇപ്പോഴും അദ്ദേഹമാണ്. അപ്പൊ സാറിന്റെ അടുത്ത് ഈ കാര്യങ്ങൾ ഫയൽ ചെയ്തു. അതിനുശേഷം എറണാകുളം MVI എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയത് സാറ് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എന്ത് ന്യായമായിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും ഏതറ്റം വരെയും പോകുന്ന ഒരു മനുഷ്യനാണ്. സത്യസന്ധമാണെങ്കിൽ ഏതറ്റം വരെയും പോയി ചെയ്തു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ സാർ എന്നോട് കാര്യങ്ങൾ ചോദിച്ചു, എന്താണ് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചു. ആദ്യം ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു ഹിയറിങ്. അതിനുശേഷം ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റുമായിട്ട് ആലോചിച്ച് എറണാകുളത്ത് MVI AR രാജേഷ് സാറിനെ നിയമിക്കുമായിരുന്നു എൻ്റെ കാര്യങ്ങൾ പഠിക്കാനായിട്ട്. അദ്ദേഹം വളരെ നല്ലൊരു MVI ആയിരുന്നു. കാരണം എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ ഇത് സാധ്യമാക്കാന്നുള്ള ഒരു വലിയ സപ്പോർട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഓക്കെ, 20,000 ചോദ്യത്തിലേക്ക് നമ്മൾ ഇനി കടക്കുന്നു. ക്വസ്റ്റ്യൻ, ജിലുവിനെ ഞാൻ ഇനി ഒരു വീഡിയോ കാണിച്ചു തരാം, അങ്ങോട്ട് നോക്കിക്കോളൂ. പ്ലേ. ഇനി പറയുന്നവയിൽ ഏത് സ്മാരകമാണ് കാശ്മീരം എന്ന സിനിമയിലെ ഈ ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്? ഓപ്ഷൻ A കുത്തബ്, ഓപ്ഷൻ B താജ്മഹൽ, ഓപ്ഷൻ C കനകുന്ന് കൊട്ടാരം, ഓപ്ഷൻ D ഹവാമഹ. ഓപ്ഷൻസ് B താജ്മഹൽ. ഓപ്ഷൻ B താജ്മഹൽ. പൂട്ടാമോ? പൂട്ടാം. അവിടെ അങ്ങനെ പോയിട്ടുണ്ടോ താജ്മഹൽ കാണാൻ? താജ്മഹൽ കാണാൻ പോയിട്ടില്ല. ഇന്ന് പോണം, കാർ ഓടിച്ച് തന്നെ പോണം. ഓപ്ഷൻ B താജ്മഹൽ. യു ആർ കറക്റ്റ്. 20,000 കിട്ടി. അപ്പൊ ഇത് പറ്റില്ല എന്ന് പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ ജീവനക്കാർ തന്നെ ഇത് പറ്റും എന്നുള്ള തീരുമാനത്തിലെത്തിയല്ലോ. അപ്പൊ അതിന് ഈ ഇടപെടൽ, ഈ ഭിന്നശേഷി കമ്മീഷൻ ഇടപെടലൊക്കെ കാര്യമായി വളരെ കാര്യമായിട്ട്. പിന്നെ ഇത് ആരെ ഏൽപ്പിച്ചത് ലൈസൻസ് കൊടുക്കാനായിട്ട്? പിന്നെ ഈ കേസ് നോക്കിയത് MVI AR രാജേഷ് സാറാണ്. ഹിയറിംഗ് ഉണ്ടായിരുന്നു. ഈ സെക്കൻഡ് സ്റ്റേജിലാണ് ഈ പറയുന്ന VI ഇന്നോവേഷൻസ് കടന്ന് വോയിസ് കമാൻഡ് വഴി ചെയ്യുന്ന സിസ്റ്റം ഒക്കെ നമ്മൾ കാറിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അപ്പോഴത്തേക്ക് എത്ര കൊല്ലം കടന്നുപോയി ജീവിതത്തിൽ നിന്ന്? ഒരു 5 കൊല്ലത്തോളമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഒരു ലാസ്റ്റ് കുറച്ചുകൂടി ഒരു താമസം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്റർനെറ്റ് ഇല്ലാണ്ടാണ് ഈ വോയിസ് കമാൻഡ് വഴി ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നെറ്റ് വേണ്ട. നെറ്റ് ഇല്ലെങ്കിലും നമ്മള് നെറ്റ്വർക്ക് ഇല്ലാത്ത ഏരിയയിൽ പോയാലും പെട്ടുപോകരുതല്ലോ. അപ്പൊ അതിൻ്റെത് ആ ഒരു ഓൾട്ടറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം കൂടിയാണ് പിന്നീട് വന്നത്. ഈ വണ്ടിയിലൊക്കെ ഈ മാറ്റം വരുന്നതിന് ബിജു എന്ന് പറഞ്ഞ ഒരാള് സഹായിച്ചിട്ടില്ല? അയാൾ എന്താ ചെയ്തു തന്നത്? ബിജുചേട്ടനാണ് മെക്കാനിക്കൽ സൈഡിൽ നിന്നുള്ള ആക്സിലറേറ്ററും ബ്രേക്കും. ഇത് സംഘടിതമായിട്ട് നീക്കുമായിരുന്നല്ലേ ഇത്? കാര്യം കുറെ പേര് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടല്ലോ. ഒരുപാട് ആൾക്കാര്, മീൻസ് ഒരുപാട് തടസ്സങ്ങൾ. ഈ 4 വർഷത്തിനിടയിൽ ഇത്രയും വലിയൊരു ഫൈറ്റ് നടത്തുകയാണ്. നമ്മൾ എന്തായാലും ഈ ലൈസൻസ് വാങ്ങിച്ചെടുക്കുമെന്ന തീരുമാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേ നീങ്ങുന്നില്ല. പലയിടത്തും പല തടസ്സങ്ങൾ. അപ്പോൾ നമ്മൾ 3 ചുവട് മുന്നോട്ട് കയറുമ്പോൾ 2 ചുവട് പിന്നോട്ടിറങ്ങി വരുന്ന, അല്ലെങ്കിൽ 4 ചുവട് പിന്നോട്ടിറങ്ങി വരുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയാകുമ്പോൾ ഇത് മതി, വിട്ടേക്കാം, ഇനിയിപ്പോൾ ഇത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും പിൻവാങ്ങാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട്, ഇത് ശരിയാകോ, എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും. കാരണം നമുക്ക് ആരോഗ്യ നഷ്ടമുണ്ട്, സമയനഷ്ടമുണ്ട്, നല്ല പൈസ നഷ്ടമുണ്ട്. പൈസ ചെലവ് ആരാ നടത്തിയത്? ഈ പറയുന്ന കാറ് ലയൺസ് ക്ലബിന്റെ സ്പോൺസർഷിപ്പോട്ടും കൂടി കിട്ടി. പിന്നെ
ഈ പറയുന്ന പിന്നെ നമ്മളൊരു ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുക്കാനായിട്ട് ഒരു ദിവസം തന്നെ 700 രൂപ 800 രൂപയോളമൊക്കെ ചിലവായിട്ടുണ്ട്. ഞാൻ ആദ്യ കാലങ്ങളിൽ പറയുന്നത് നടന്ന് എൻ്റെ കാലൊടിഞ്ഞാൽ ഇത് കിട്ടുമോ എന്നുള്ളൊരു സംശയമൊക്കെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും നമ്മുടെ ആരോഗ്യം. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, ഫ്രീലാൻസ് അല്ല, അന്ന് ഞാൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പൈസയൊക്കെ ഇതിനകത്തോട്ട് കൂടി അപ്പൊ ഈ വോയിസ് കമാൻഡ് സിസ്റ്റം അത് നെറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സിസ്റ്റം യൂഷ്വലി നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. അപ്പൊ അത് ആരായിരുന്നു, ഏത് മലയാളിയുടെ തലയിലാണ് അത് ഉദിച്ചത്? അത് VI ഇന്നോവേഷൻസ്, വിമൽ കുമാർ. അദ്ദേഹമാണ് സഹായിച്ചത് അല്ലേ? അപ്പൊ ഇത് വണ്ടിയായിട്ട് നമ്മൾ അന്നാ റോഡിൽ ഇറങ്ങിയത്, ലൈസൻസ് ഒക്കെ വാങ്ങിച്ച്. ആരാ ലൈസൻസ് തന്നത് ഔദ്യോഗികമായി? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ലൈസൻസ് തന്നത്. പാലക്കാട് നവകേരള സദസ്സിന് മുന്നോടിയായിട്ട് അവിടെ വരാൻ പറഞ്ഞോ? അവിടെ വെച്ചാണ് ലൈസൻസ് തരുന്നത്. ലൈസൻസ് ഏറ്റുവാങ്ങി. മുഖ്യമന്ത്രി എന്താ പറഞ്ഞതിനെ കുറിച്ച്? അപ്പോ മുഖ്യമന്ത്രി സന്തോഷം. അദ്ദേഹത്തിന് ഞാനൊരു കാരിക്കേച്ചർ കൊടുത്തിരുന്നു അന്ന്. അദ്ദേഹത്തിനും സന്തോഷമായി, ഇഷ്ടമായി. അദ്ദേഹത്തെ കുറിച്ചുള്ള കാരിക്കേച്ചർ ആണോ? അതെ, അദ്ദേഹത്തിന്റെ പടം വരച്ചു കൊടുത്തതാണ്. ജിലുവിനെ കൂടാതെ ഈ ലൈസൻസ് കിട്ടണം എന്ന് ആഗ്രഹിച്ച ആളാരായിരുന്നു? ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പ്രധാന വീട്ടിലാരായിരുന്നു? വീട്ടില് പപ്പയായിരുന്നു. ആദ്യം തടസ്സമായിരുന്നു, പിന്നെ ആദ്യം പേടിയായിരുന്നു. പപ്പയുടെ മൂത്ത സഹോദരി ആന്റിയോട് പപ്പ പറഞ്ഞു, സിസ്റ്ററാണ്, സിസ്റ്റർ ആന്റിയോട് പപ്പ പറഞ്ഞു അവളോട് പറ ഈ പരിപാടിക്ക് ഒന്നും നിക്കണ്ടെന്ന് പറയാൻ പറഞ്ഞു. ആന്റി എന്റെ അടുത്ത് പറഞ്ഞു അവൻ അങ്ങനെ പലതും പറയും, നീ പോയി ലൈസൻസ് എടുത്തോണെന്ന് ആന്റി എന്റെ അടുത്ത്. ഇത് വീട്ടില് മറ്റു കുടുംബത്തിൽ ആർക്കും ഈ കാര്യങ്ങൾ അറിയത്തില്ല. ആന്റി എന്റെ അടുത്ത് ഇത്രയും സപ്പോർട്ടായിരുന്നു എന്നുള്ളത്. പിന്നെ എന്റെ പപ്പയുടെ ചേട്ടന്റെ മോനുണ്ട്, ജിൻഡോ എന്നാണ് ചേട്ടായുടെ പേര്, വൈഫും ടെസ്റ്റ് ചേച്ചി. അവരും പറയുമായിരുന്നു ലൈസൻസ് എടുക്കണം. അവർ ഓസ്ട്രേലിയയിലാണ്. അപ്പൊ അവരും പറയുമായിരുന്നു ലൈസൻസ് എടുക്കണം, എന്നാലാണല്ലോ കുറച്ചും കൂടി നിന്റെ കാര്യങ്ങൾ നിനക്ക് തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ലല്ലോ, അതിനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നൊക്കെ അവരും എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ ഞാൻ ഈ പ്രോസസ്സിങ്ങിൽ കൂടി കടന്നു പോകുന്ന കാര്യം എൻ്റെ വീട്ടിലാകെ അറിയാവുന്നത് എൻ്റെ ആന്റിക്ക് മാത്രമായിരുന്നു. അതിൽ എനിക്കൊരു ഷോക്ക് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഫസ്റ്റ് RT ഓഫീസിൽ പോകാനിരിക്കുന്നതിൻ്റെ തലേ ദിവസം ആന്റി മരിച്ചു പെട്ടെന്ന്. അപ്പൊ ഞാൻ ഈ കാര്യം ആരോടും പറഞ്ഞിട്ടുമില്ല. എനിക്കും ഭയങ്കര വിഷമമായി പോയി. പെട്ടെന്നായിരുന്നു. ആന്റിക്ക് ഇച്ചിരി ഹാർട്ടിന് ചെറിയ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ പെട്ടെന്ന് മരിക്കുമെന്ന് വിചാരിച്ചില്ലായിരുന്നു. അതൊരു ഭയങ്കര വിഷമമായിരുന്നു. പിന്നീട് ആന്റി മരിച്ചിട്ട് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇങ്ങനെ RT ഓഫീസിൽ പോകുന്നത്. അപ്പോൾ എൻ്റെ ഫോട്ടോ പത്രത്തിൽ വന്ന് കണ്ടാണ് എൻ്റെ വീട്ടുകാരൊക്കെ അറിയുന്നത്. പിന്നെ ഞാൻ ഓർത്ത് പപ്പ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കുമെന്ന്. പിന്നെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞില്ല, ഇത് സക്സസ് ആവുകയാണെങ്കിൽ മാത്രമാണ് ആന്റി സപ്പോർട്ട് ചെയ്ത് നിന്നുള്ളൂ എന്നുള്ളൊരു കാര്യം ഞാൻ പറയത്തുണ്ടായിരുന്നുള്ളൂ. പപ്പയ്ക്ക് ഇപ്പോഴും അക്കാര്യം, പപ്പ മരിച്ചു, പപ്പയ്ക്ക് ഇപ്പോഴും ഇത് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നു, മുഖ്യമന്ത്രി ഏറ്റുവാങ്ങിയല്ലോ, ലൈസൻസ് ഏറ്റുവാങ്ങിയപ്പോ പപ്പ ഉണ്ടായിരുന്നു? ഇല്ല, പപ്പ 7 മാസം മുന്നേ മരിച്ചു. അപ്പോഴേ പപ്പയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല അല്ലേ മകൾ ഇങ്ങനെ ഈ ലൈസൻസ് വാങ്ങുന്നത്? എന്നിട്ട് ഈ നവകേരള സദസ്സിലെ ഈ ലൈസൻസ് വാങ്ങിച്ചതിന് ശേഷം അന്ന് വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് വന്നോ? എങ്ങനെയാണ്? ഇല്ല, അന്ന് പാലക്കാട് വെച്ചായിരുന്നു. അപ്പൊ ഞാൻ അന്ന് വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് വന്നില്ല. അന്ന് അവിടെ കുറച്ച് മന്ത്രിമാരുണ്ടായിരുന്നു, P രാജീവ് സാറ്, മന്ത്രി ബിന്ദു മിനിസ്റ്റർ, കുറെ മിനിസ്റ്റേഴ്സിനെ ഒക്കെ കയറ്റി അവിടെ ഡ്രൈവ് ചെയ്തു. അവർക്കൊക്കെ ഒരു സംശയം വരുമല്ലോ ചിലപ്പം, എന്നുവെച്ചാല് ഇത് എത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ പറ്റും, ആക്സിലേറ്റർ ആവശ്യമുള്ള കൊടുക്കും, ബ്രേക്കേ ചവിട്ടുമോ, എങ്ങനെയൊക്കെയുള്ള ഇത് വരുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഭയമല്ലോ ഉണ്ടായിരുന്നു നമ്മുടെ മന്ത്രിമാർക്ക്? ഇല്ല, ലൈസൻസ് കിട്ടിയല്ലോ. അപ്പം അല്ല, ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞ് വണ്ടി കയറി ഇരിക്കുന്നവന് അത്രയും ധൈര്യം വരണമെന്നില്ല. ലൈസൻസ് കിട്ടിയിരിക്കുന്നത് ജിലുവിനല്ലേ? അവർക്ക് ജീവിതത്തിന്റെ ലൈസൻസ് അല്ലേ കയ്യിലുള്ളത്? അതെ. പക്ഷെ ഇത്രയും വർഷത്തെ ഒരു പരിശ്രമം ചിലപ്പോൾ അവർക്ക് മനസ്സിലായിട്ടായിരിക്കാം അവർ കോൺഫിഡന്റ് ആയിട്ടാണ് ഇതൊന്നും. മന്ത്രിമാര് എന്തെങ്കിലും പറഞ്ഞോ? സന്തോഷം, അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞു. അവർക്ക് സന്തോഷമായി, അവരെ ചുറ്റി അടിച്ചു. ഈ ജിലു എങ്ങനെയാ വളരെ സ്പീഡിൽ പോവോ വണ്ടി ഓടിക്കുമ്പോ? ഇല്ല, ഞാനിപ്പം ഏഷ്യയിലെ ആദ്യത്തെ വനിത, ഇന്ത്യയിലെ ആദ്യത്തെ വനിത എന്നൊക്കെ പറയുമ്പോഴും ഞാൻ ഓർക്കുന്നത് എൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പ്രാപ്തിയായി, അത്രയാണ്. എനിക്കൊരു ലൈസൻസ് കിട്ടിയതിൽ സന്തോഷം എന്നതിനേക്കാളുപരി എനിക്കൊരു ആശ്വാസമാണത്. ഞാൻ അങ്ങനെ സേഫായിട്ടും സൂക്ഷിച്ചും മാത്രമാണ് ഓടിക്കുന്നത്. ആൾക്കാർ ചോദിക്കോ വളരെ വേഗത്തിൽ പോകുന്ന ആളാണോ, വണ്ടി ഓടിക്കുന്ന എത്ര കിലോമീറ്റർ സ്പീഡില്ല, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ആൾക്കാരുടെ കൗതുകമാണല്ലോ അതൊക്കെ. കൗതുകം, അതെ. ഈ നമ്മൾ ഈ ടൗണിലൂടെ ഒക്കെ വണ്ടി ഓടിച്ചിങ്ങനെ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് കാലുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അതൊരു കൗതുകം നിറഞ്ഞ കാര്യമായിരിക്കുമല്ലോ മറ്റുള്ളവർക്ക്. അപ്പോൾ അവരുടെ വല്ല റിയാക്ഷൻസും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ പോകുമ്പം ഇപ്പം ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് ഞങ്ങൾ മിക്കപ്പോഴും ഫ്രണ്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ തന്നെ പോകും. അപ്പൊ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ ഇപ്പം ആൾക്കാർ അറിഞ്ഞു തുടങ്ങി എന്നെ. പിന്നെ അതെ. പിന്നെ ആൾക്കാര് 2 വീലറിൽ പോകുന്നു, അല്ലെങ്കിൽ ആൾക്കാർ തമ്പൊക്കെ കാണിക്കും ഇങ്ങനെ എന്നുള്ള രീതിയിൽ. അങ്ങനെ ജിലു ആഗ്രഹിച്ച ലൈസൻസ് കിട്ടി. ഇപ്പൊ നമ്മുടെ റോഡിലൂടെ പായാൻ
ഒരു വണ്ടിയും കയ്യിലുണ്ട് അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ആകെയുള്ള ഒരു പ്രശ്നം, നമുക്ക് സെന്റ് തെരേസസ് കോളേജിൽ നമ്മുടെ ടീച്ചറില്ലാതെ പറഞ്ഞിട്ടുള്ള സ്നേഹ വീട് അല്ലേ, വീട് ലാൻഡ് ചെയ്യിക്കാനുള്ളൊരു തറ വേണം അല്ലേ. നമുക്ക് തറ കണ്ടുപിടിക്കാം അല്ലേ. നിൽക്കാനൊരു തറയാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്കളെടുത്ത ഒരു ധൈര്യപൂർവ്വമുള്ള നീക്കം ഉണ്ടല്ലോ, അത് യു ഡിസർവ് സം അഭിനന്ദനം. ഓക്കെ, അതിന്റെ സന്തോഷത്തിൽ ചോദിക്കുക, വരയും കുറിയൊക്കെ പഠിച്ചു വിടുന്ന? വരയും കുറിയും പഠിച്ചിട്ടില്ല, ചെറുപ്പം മുതൽ വരയ്ക്കുമായിരുന്നു. അങ്ങനെ സ്കൂളിലൊക്കെ എന്തെങ്കിലും കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ അങ്ങ് വരച്ചു തുടങ്ങിയതാ. സിസ്റ്റർമാർ തന്നെയാണ് കളർ പെൻസിലൊക്കെ വാങ്ങിച്ചു തന്ന് അങ്ങനെ തുടങ്ങിയതാ. കമ്പ്യൂട്ടർ ഒക്കെ ഉപയോഗിക്കുവോ? എത്രാമത്തെ വയസ്സിൽ ഉപയോഗിച്ചു തുടങ്ങി? 7ാം ക്ലാസ് മുതൽ. ആണോ? ഈ അനിമേഷനൊക്കെ സിസ്റ്റം വഴിയല്ലേ ചെയ്യുന്നത്? അതെ അതെ. ഓക്കെ, ഏറ്റവും വലിയ ആഗ്രഹം ലൈസൻസ് ആയിരുന്നു. ഇനി ജീവിതത്തിന്റെ ലൈസൻസ് കിട്ടി. ഓക്കെ, ഇനിയിപ്പോ എന്തിലാ ആഗ്രഹം നിൽക്കുന്നത്? ഇനിയിപ്പോ ഒരു നല്ല ജോലി. ഇപ്പൊ ഞാൻ ഫ്രീലാൻസർ ആയിട്ടാണ് ചെയ്യുന്നത്. അല്ലെ, വീട്ടിൽ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ. എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ലല്ലോ ഫ്രീലാൻസർ ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോലി വേണം അല്ലേ. ഈ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, താങ്കള് ഒരു ജോലിക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നു, ഒരു വീടിന് വേണ്ടി അന്വേഷണം നടത്തുന്നു. നിങ്ങൾക്കൊരു വീടില്ലായിരുന്നു തൊടുപുഴയില്? ഉണ്ട്. ആ വീടിന് എന്ത് പറ്റി? അത് വിൽക്കേണ്ടതായിട്ട് വന്നു. പപ്പയ്ക്ക് കുറച്ച് കടവും ബാധ്യതയും പ്രശ്നങ്ങളും ഒക്കെ വന്നു. അപ്പൊ അങ്ങനെ വീട് വിൽക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, അപ്പൊ വീടില്ല. ഇല്ല. അപ്പൊ അമ്മ അനിയത്തിയൊക്കെ എവിടെ? അമ്മയുണ്ടല്ലോ. മമ്മി ഇളയാളുടെ കൂടെ, അവളുടെ കൂടെയാണ് താമസിക്കുന്നത്. ഓക്കെ, അപ്പൊ അവരെന്താ ചെയ്യുന്നത് അനിയത്തിയൊക്കെ? അനിയത്തി ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, കുഞ്ഞുങ്ങളുണ്ട്, വീട്ടിലാണ്, ഹൗസ് വൈഫ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോലോ. 30,000 രൂപയുടെ ചോദ്യമാണ്. 30,000 മോണിറ്റർ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാറിന്റെ നമ്പർ പ്ലേറ്റിൽ അക്കങ്ങൾക്ക് പകരം എന്താണുള്ളത്? ഓപ്ഷൻ എ ദേശീയ ചിഹ്നം, ഓപ്ഷൻ ബി ദേശീയ പതാക, ഓപ്ഷൻ സി താമര, ഓപ്ഷൻ ഡി മയിൽ. രാഷ്ട്രപതിയുടെ കാർ കണ്ടിട്ടുണ്ടോ? ഓപ്ഷൻ എ ദേശീയ ചിഹ്നം. അപ്പൊ നമുക്ക് പൂട്ടാമോ? പൂട്ടാം. പൂട്ടി. വളരെ മൃദുവായിട്ടാ ജില്ലു സംസാരിക്കുന്നത്. ഞാൻ പൂട്ടട്ടോന്ന് ചോദിച്ചാ പൂട്ടിക്കോ. അല്ല, സ്ട്രോങ് ആയിട്ട് പൂട്ടറോ. ഇയാൾ എന്തിനാ മടിച്ചു നിൽക്കുന്നതല്ലേ പറയണ്ടേ. ഓപ്ഷൻ എ ദേശീയ ചിഹ്നം എന്നാണ് ശരി ഉത്തരം അല്ലേ, എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 30,000 രൂപ. ഇനി 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 40,000. ഓക്കെ, ക്വസ്റ്റ്യൻ. അപ്പോ വലിയ വരക്കാരിയില്ലേ, ഒരു അങ്ങനെ ഒരു സാധനം കാണിച്ചു തരാം. ഓക്കെ, ഒരു ഇമേജ്. ഏത് ചരിത്ര സ്മാരകമാണ് ഫ്രഞ്ച് ഫുട്ബോൾ ക്ലബായ PSG-യുടെ ലോഗോയിൽ ചുവന്ന നിറത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ക്രൈസ്റ്റ് ദ റെഡീമർ, ഓപ്ഷൻ ബി സ്റ്റാച്യു ലിബർട്ടി, ഓപ്ഷൻ സി ഈഫൽ ടവർ, ഓപ്ഷൻ ഡി ഗിസയിലെ പിരമിഡ്. ഓപ്ഷൻ സി ഈഫൽ ടവർ. ജിലു, ഓപ്ഷൻ സി ഈഫൽ ടവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഉത്തരം ശരിയായിരിക്കുമോ? ഉത്തരം ശരിയാണ്. യു ആർ കറക്റ്റ്. 40,000 രൂപയുടെ ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ലെവലിലേക്ക്. കുട്ടേട്ടാ, ലെവൽ 2. ഒരു സാധാരണ ബുദ്ധിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരാളിന് ജില്ലു ചെയ്യുന്ന പലതും നടക്കാത്ത കാര്യമാണ്. നമ്മൾ പഠിക്കാനൊക്കെ പോകുന്ന സമയത്തും എന്തിനാ പഠിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചിന്തകൾ ഈ അത്യാവശ്യം ജീവിതം ഒക്കെ കുഴപ്പമില്ലാത്ത ആൾക്കാർ പറയും. അപ്പൊ ജില്ലുവിന് അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാ ഞാൻ നമ്മുടെ സ്കൂളിംഗ് ടൈമിൽ തന്നെയാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അത്രയും നമ്മളങ്ങനെ കൂടുതൽ ഇന്നത്തെ കുട്ടികൾക്കാണെങ്കിൽ കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. പക്ഷെ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കാനുള്ളൊരു ബോധമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാനും വിചാരിച്ചിട്ടുണ്ട് എന്തിനാ പഠിക്കുന്നേ, പഠിച്ചിട്ട് എന്തിനാന്നുള്ള രീതിക്ക്. പഠിത്തം നിർത്തിയിട്ടില്ല, നിർത്താൻ സിസ്റ്റർമാർ സമ്മതിച്ചിട്ടില്ല. 10th വരെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഓർക്കും, ഈ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തീർന്നു. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നതും അങ്ങനെയാണ്, നീ പഠിച്ചിട്ട് എന്തിനാ, നിനക്കൊന്നും നേടാൻ പറ്റത്തില്ല, പിന്നെന്തിനാ ഇവർ ഈ സിസ്റ്റേഴ്സ് കൊണ്ട് പഠിപ്പിച്ചു, അങ്ങനെ അതുകൊണ്ടല്ലേ എന്ന്. അത് കഴിഞ്ഞാണ് +2 നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാലത്തൊക്കെ മേഴ്സി ഹോമിൽ 10th വരെയായിരുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു 2-3 ബാച്ച് മുന്നെയാണ് +2 കുട്ടികളെ പഠിപ്പിക്കാനായത്. അങ്ങനെ +2 പഠിച്ചു. ഇത് ഞാൻ ഡിഗ്രിക്ക് കയറിയ സമയത്തും ഈ സെയിം ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഡിഗ്രിക്കൊക്കെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പറയുന്നതിൽ കാര്യമില്ല. കാരണം നമ്മൾ ശ്രമിച്ചാൽ
ഞാൻ സെന്റ് ജോസഫ്സ് കോളേജ് ചങ്ങനാശ്ശേരി ഓക്കെ. കുരിശുമോൾ. ആ അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. അതുവരെ ഈ പറയുന്ന കേട്ട് പഠിക്കാതിരുന്ന് അല്ലെങ്കിൽ എന്തിനാ പഠിച്ചിട്ട് അത്യാവശ്യം പാസ്സാവുക, ഒരു കുഴപ്പമില്ലാത്തൊരു മാർക്ക് വാങ്ങിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് 10th +2 വരെ. ഓക്കെ. അപ്പൊ ആ എതിർപ്പുകളൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടല്ലേ? അത് ആ കാലഘട്ടത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പരീക്ഷാ വിജയങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ദൈവം സഹായിച്ച് കുഴപ്പമില്ലാത്ത വിജയമൊക്കെ ആയിരുന്നു. ഫസ്റ്റ് ക്ലാസ് ഒക്കെ കിട്ടിയോ? ഡിസ്റ്റിങ്ഷൻ അടുത്ത ഡിസ്റ്റിങ്ഷൻ കിട്ടിയോ? ഏത് കോഴ്സിനാണ് ഡിസ്റ്റിങ്ഷൻ കിട്ടിയത്? +2 ഒക്കെ ഡിസ്റ്റിങ്ഷൻ അടുത്ത മാർക്കോട് കൂടി പാസ്സായി. എനിക്ക് ഡിഗ്രിക്ക് B ഗ്രേഡ് ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിനി ചോദ്യങ്ങൾ കടുപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ പഠിക്കാൻ മിടുക്കുള്ള ആളല്ലേ? സിസ്റ്ററെ കുറച്ച് കടുപ്പിച്ചാലോ? കുഴപ്പമില്ല അല്ലേ? അല്ലെ സിസ്റ്ററെ, സാധാരണഗതിയിലേ ഇങ്ങനെയുള്ള കുട്ടികളെ നിരുത്സാഹപ്പെടുത്താൻ ആരോഗ്യമുള്ള ഒരു സമൂഹം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ടെൻഷനൊന്നുമില്ലോ, കൈകാലുകൾക്ക് പരിക്കൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പോൾ അവരെ പേടിച്ച് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, ഇത്തരം ഉറക്കോളം ചെന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് അവർ മടങ്ങുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അവരെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. അവരുടെ ഓരോരുത്തരുടെയും ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പരിശീലനമാണ് അവർ കൊടുക്കുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ, തൊഴിൽ പരിശീലനത്തിലൂടെ അവരെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കാൻ തക്ക വിധം അവരെ വേണ്ട പരിശീലനം കൊടുക്കുകയാണ്. ഇതിനോടൊപ്പം 1000-ലേറെ കുട്ടികളെ പലതരത്തിൽ ജീവിതത്തിന്റെ ഉന്നത നിലകളിൽ എത്താൻ തക്ക വിധം ഗവൺമെന്റ് ജോലികള് അങ്ങനെ എത്തിക്കാനായിട്ട് സാധിക്കും. ഈ മെഴ്സി ഹോമിൽ നിന്ന് വേറെ കുട്ടികൾ ഇതുപോലൊക്കെ പൊതുരംഗത്തേക്ക് വന്നിട്ടുണ്ടോ? റെക്കോർഡ് ഇട്ടവർ അഡ്വക്കേറ്റ് ജോബി മാത്യു അവിടെ പഠിച്ച കുട്ടിയാണ്. ഓ അത് ശരി. പഞ്ചഗുസ്തിയിലെ രാജ്യാന്തര മെഡലുകൾ നേടിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ സ്വപ്ന ജിലുവിനെ പോലെ തന്നെ ഇരു കൈകളില്ലാത്ത ചിത്രരചനയിലൂടെ ലോകം മുഴുവൻ ഒത്തിരി പെയിന്റിങ്ങിലൂടെ അറിയപ്പെടുന്ന ഒരു കുട്ടിയാണ്. അവിടെ വരുന്ന ഏത് കുട്ടിയുടെയും ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അവരെ വളർത്താനായിട്ടും ഉയർത്താനായിട്ടും അവരെ ഒരു സ്വയം പര്യാപ്തതയിൽ എത്തിക്കാനായിട്ട് നമുക്ക് ഒത്തിരി സാധിച്ചിട്ടുണ്ട്. കഴിയും. അൽഫോൺസ് ടീച്ചർ സെന്റ് തെരേസ് കോളേജിൽ പ്രിൻസിപ്പലായിട്ട് എത്ര കാലമായി? ഞാൻ 2 വർഷമായി. 2 വർഷം. അല്ലെ ഈ ഇതുപോലുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള കോളേജുകളിലൊക്കെ, ഇങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന അറിയപ്പെട്ട കോളേജുകളിലൊക്കെ വന്നാൽ അവർക്ക് അവിടെ സുഖകരമായ ഒരു സാഹചര്യമായിരിക്കും. ഒരുപാട് നല്ല അറ്റ്മോസ്ഫിയർ ആണ് സെന്റ് റിസേഴ്സ് കോളേജിലാണെന്നുണ്ടെങ്കിലും കുട്ടികൾ അവരുടെ ഒപ്പമാണ് കൊണ്ടു നടക്കുന്ന ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളെ. അതുകൊണ്ട് അവർ എൻജോയ് ചെയ്തിട്ട് തന്നെയാ. എനിക്കൊന്ന് ഈ പുതിയ ജനറേഷന് ഒരുപക്ഷെ ഓൾഡ് ജനറേഷനേക്കാളും ഇവരെ കുറച്ചുകൂടെ മനസ്സിലാകും തോന്നുന്നു. അത് സത്യമാണ്. കാരണം ഇവര് അനുകമ്പയോടെ അല്ല ഇവരെ നോക്കി കാണേണ്ടത്, ഇവരെയും തുല്യമായിട്ട് കാണണം അല്ലേ? അതെ അതെ അതെ. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് കോളേജ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നല്ലോണം ഉണ്ട്. ജിലുമോള് തന്നെ കോളേജിൽ വന്നപ്പോഴത്തേക്കും അത് അനുഭവിച്ചിട്ടുണ്ട്. ആണോ? ജിലുമോളിന് എന്തായിരുന്നു എക്സ്പീരിയൻസ്? സെന്റ് തെരേസ് എന്ന് പറഞ്ഞാൽ അടിപൊളി പിള്ളേർ പഠിക്കുന്ന കോളേജ്. ടീച്ചറെ കേൾക്കാൻ പറയാൻ പറ്റത്തില്ല, എന്നാലും അങ്ങനെയാണല്ലോ പുറത്തോട്ടുള്ള ഖ്യാതി എന്ന് പറഞ്ഞാൽ. അതെ അതെ. എനിക്കും കുറെ ഫ്രണ്ട്സ് ഉണ്ട് സെന്റ് തെരേസസ് കോളേജില്. കുറച്ചൊക്കെ പേടിയോടുകൂടിയായിരുന്നു ഞാൻ അങ്ങോട്ട്. എനിക്ക് കുറച്ച് അല്ല, കുറച്ച് അടിപൊളി പിള്ളേർ പഠിക്കുന്ന കോളേജാണല്ലോ. പിള്ളേരെടുത്ത് പഞ്ഞിക്കിടുക എന്നുള്ളൊരു ചെറിയ പേടി നമുക്കുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ്. പക്ഷെ വളരെ നല്ല പെരുമാറ്റമായിരുന്നു കുട്ടികളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും എനിക്ക് അന്ന് കിട്ടിയത്. ഓക്കെ, സന്തോഷം. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചെറിയ തുകയല്ല, 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ മോണിറ്റർ 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ബി കെയർഫുൾ. വണ്ടി ഓടിക്കുമ്പോൾ വളവ് തിരിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ലേ, അതുപോലെ ശ്രദ്ധിച്ചോളണം. വളവ് തിരിഞ്ഞ അപകടങ്ങൾ വരാം. ഏത് മോഹൻലാൽ ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ് തമിഴ്നാട്ടിലെ പിച്ചാപുരം കണ്ടൽക്കാടുകൾക്കിടയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ മാന്ത്രികം, ഓപ്ഷൻ ബി എ ഓട്ടോ, ഓപ്ഷൻ സി വന്ദനം, ഓപ്ഷൻ ഡി അക്കരെ അക്കരെ അക്കരെ. സിനിമകൾ കാണാറുണ്ടോ? ഒരുപാടില്ല, കുറച്ചൊക്കെ. എന്താണ് അങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്? സിനിമകൾ വഴിതെറ്റിക്കും എന്നുള്ള പേടിയാണോ? ഇല്ല, അതിന് ഇപ്പം സത്യം പറഞ്ഞാൽ സമയമില്ല, തികയാറില്ല. പ്രത്യേകിച്ച് ഡിസൈനിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള നല്ല ഫ്രെയിംസ് ഒക്കെ കാണുന്നൊക്കെ നല്ലതല്ലേ? അതെ, അത് ശരിയാണ്. പക്ഷെ ജോലിയായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ യാത്രകളായിട്ട് ബന്ധപ്പെട്ടോ അധികം സിനിമകളൊന്നും കാണാനായിട്ടുള്ളൊരു സമയം ലഭിക്കാറില്ല. ഇതിൽ 4 മോഹൻലാല് മുഖ്യവേഷത്തിൽ വന്നിട്ടുള്ള സിനിമ തന്നെയാണ്. ഇതിലൊരു സിനിമയാണ്. പിന്നെ ഞാൻ പറയാൻ മറന്നു, നമുക്ക് സഹായമായിട്ട് കുട്ടേട്ടൻ 2 തവണ വരും, 2 പിടിവള്ളികളുമായിട്ട്. ഇവിടുന്ന് ടീച്ചറും അതുപോലെ തന്നെ അദ്ദേഹവും അല്ലേ, പിന്നെ സിസ്റ്ററും മത്തായി ചേട്ടൻ വളരെ സഹായത്തോടെ ഇരിക്കുക. എനിക്ക് ഒരു കാര്യം ഈ സമയത്ത് പറയാവോ? പറഞ്ഞോ. അതായത് ഈ മരണപ്പെട്ടു പോയ പഴയ പാർലമെന്റ് അംഗവും സിനിമ നടനുമായിരുന്ന ഇന്നസെന്റ് അദ്ദേഹവും എനിക്കൊരു ബന്ധമുണ്ടായിരുന്നു. ഇന്നസെന്റ് ചേട്ടനുണ്ട്. അതെ. അപ്പൊ ഇവിടെ ഒരു വലിയ ഇന്റർവ്യൂ കഴിഞ്ഞ് പോയപ്പോ ഞാൻ അദ്ദേഹത്തെ പിറ്റേ ദിവസം വിളിച്ചു. ഈ ഒരു കോടിയില്? അതെ. വന്നിരുന്നു. സാധാരണ ഞാൻ വിളിക്കാറുണ്ട്, കിട്ടാറില്ല. പക്ഷെ അന്നത് പിന്നെ കൃത്യമായി എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ജിലുമോൾ എന്ന് പറഞ്ഞൊരു
കുട്ടിയുണ്ട്, ചേട്ടാ നമുക്ക് ഒന്ന് പരിചയപ്പെടുത്തി തന്നാൽ ഒരു ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമില്ല. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാ ജോലികളും പഠിച്ച ഒരു ബസ് മുതലാളിയാണ് ശ്രീകണ്ഠൻ നായർ സാറ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനും കൂടെ പോരാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ചിരിച്ചു. അപ്പം ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, ഈ എല്ലാ ജോലിയും പഠിച്ച ആൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പം അദ്ദേഹം ഒരു ബസ് ഉണ്ട്, ക്ലീനറായിട്ട് വേണമെങ്കിൽ പോവും, കണ്ടക്ടറായിട്ട് വേണമെങ്കിൽ പോവും, ഡ്രൈവറായിട്ട് ജോലി ചെയ്യും. അപ്പോൾ ഇന്ത്യയിൽ ഒട്ടേറെ ചാനലുകളുണ്ട്. പക്ഷേ ഈ ചാനലുകൾ പണം മുടക്കുന്ന പല മുതലാളിമാർക്കും അവർക്കൊരു കാര്യം പൊതുസമൂഹത്തിൽ പറയാൻ പലർക്കും കഴിയില്ല. അത് സ്റ്റാഫിൻ്റെ ഒരു ഉപദേശങ്ങൾ വേണം. ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് സ്റ്റാഫിനോട് പറഞ്ഞ് സ്റ്റാഫ് മുഖേന അത് പുറത്തേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ശ്രീകണ്ഠൻ നായർ സാർ അങ്ങനെയല്ല. അദ്ദേഹം 100 കണക്കിന് ആളുകൾക്ക് ഒട്ടേറെ അവസരങ്ങൾ കൊടുത്തു, പൊതുജീവിതം കൊടുത്തു. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ചോദിച്ചു, ഈ ബസ്സും ഇതുമായിട്ട് തന്നെ ബന്ധമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാവിലെ വാർത്ത വായിക്കുന്ന ആൾ വന്നില്ലെങ്കിൽ അദ്ദേഹം അത് വായിക്കും, വൈകുന്നേരം പൊതുജനം കരുതിയല്ല സാർ എന്ന് പറയുന്ന പരിപാടി അദ്ദേഹം നടത്തുകയാണ്. അതിരാവിലെ എഴുന്നേൽക്കുന്നു, ഒരു 2-3 മണിക്കൂർ അവിടെ ചെലവഴിക്കുന്നു, അത് കഴിഞ്ഞ് ഫ്ലവേഴ്സിലേക്ക് വരുന്നു, വീണ്ടും വൈകുന്നേരം വരുന്നു. അപ്പോൾ ഒരു വലിയ മനുഷ്യൻ, എല്ലാ ജോലികളും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കുട്ടിയെയും കൊണ്ട് ഒരു ദിവസം ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ ആ മനുഷ്യൻ ഇവിടെ ഇല്ല. ഓക്കെ, അദ്ദേഹം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു. അതെ. അപ്പം മാത്രമല്ല, ഇവിടുത്തെ ഈ വേറൊരു ഫ്ലോർ ഉണ്ട്, നമ്മളിപ്പോൾ ഈ ഷൂട്ടിംഗ് ഇരിക്കുന്ന സ്ഥലത്ത്. ആ ഫ്ലോറിൽ പല പ്രോഗ്രാം, ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ, കോമഡി ഷോകൾ, ഇതിലെല്ലാം സ്റ്റാർ മാജിക്, ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ സ്ഥിരം ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വരാറുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതിനിടയിൽ അവിടെ പോയിട്ട് ചികിത്സയൊക്കെ നടന്നതിനിടയിൽ വീട്ടിൽ പോകാതെ നേരെ ഈ ഫ്ലോറിൽ വന്നിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇങ്ങനെ ചികിത്സ കഴിഞ്ഞ് വരികയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. കാര്യം ക്യാൻസറിനെ നോക്കി ചിരിച്ച, ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ളത് ലോകത്തെ പഠിപ്പിച്ച ഏക മനുഷ്യനായിരുന്നു. അപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അങ്ങേ ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാനൊരു വാചകം ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിലും പറയുകയാണ്. ഞാൻ ഇത്രയും കാലത്തെ ടെലിവിഷൻ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? അതായത് നമ്മൾ സത്യസന്ധമായി പറയുമ്പോൾ കള്ളം പറയേണ്ട ആവശ്യമില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഇടയ്ക്ക് ഒരു മോർണിംഗ് ഷോയിൽ നിന്നപ്പോഴേ 1-2 പ്രേക്ഷകർ യൂട്യൂബിൽ വന്നിട്ട് പറഞ്ഞു, ഇതെന്ത് പരസ്യമായത്? പരസ്യം മാത്രം കാണാനാണോ ഞങ്ങൾ ഇരിക്കുന്നത്? അവർ വളരെ പ്രകോപിതരാണ്. കാര്യം അവർ പരസ്യമില്ലാത്ത നല്ല സുഖകരമായ അന്തരീക്ഷത്തിൽ എല്ലാ പ്രോഗ്രാം കൊണ്ട് ആസ്വദിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനായിട്ടിരിക്കുക. ഇതിന് കോടികൾ ചിലവുണ്ടെന്നുള്ളത് അവർ ആലോചിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മാർച്ച് 30 വരികയാണ്, നമുക്ക് കുറച്ച് ഇപ്പോൾ ഓണം കഴിഞ്ഞ ശേഷം പരസ്യമൊക്കെ കുറവായിരുന്നു, കട നടക്കണ്ടേ, പൂട്ടി പോയില്ലയോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നും വിഷമിക്കരുത്, ഞാൻ കുറച്ച് പരസ്യം ഇടാൻ പോവാം. അപ്പോൾ കുറച്ച് പരസ്യം ഇട്ടു. അവർക്ക് ഒരു ടെൻഷനും ഇല്ല. ഇയാളുള്ള കാര്യം പറഞ്ഞല്ലോ. സാറിന് ഒരാളാണെങ്കിൽ വളരെ ഈ കള്ളത്തൊണ്ടേ പറയും, സാധാരണഗതിയിൽ ഈ പരസ്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്കതൊന്നും ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മളങ്ങനെ കള്ളത്തൊണ്ടേ പറയുന്നത്. അപ്പോൾ അങ്ങേക്ക് യു ഗോട്ട് ദ പോയിന്റ്. ഓക്കെ, നമ്മൾ മത്സരം തുടരുന്നു. താങ്ക് യു. അപ്പോൾ ഉത്തരം പറഞ്ഞില്ല ഇതുവരെ. എനിക്ക് തോന്നുന്നു ഓപ്ഷൻ എ, മാന്ത്രികം. മാന്ത്രികത്തിലെ നിൽക്കുവാണോ? അപ്പൊ മാജിക്കുമായിട്ട് ബന്ധമുള്ള ആളാണോ? ഓപ്ഷൻ എ. അപ്പൊ ഇന്ന് ഒരു കാര്യം ചെയ്യണം, സിസ്റ്റത്തിൽ മാന്ത്രികമൊക്കെ കാണും, സിനിമയൊക്കെ കാണുമല്ലോ, അതൊന്ന് കണ്ടു നോക്കണം. ഈ ഉത്തരം ശരിയാണോ എന്ന് അറിയണമല്ലോ. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്നല്ല, ഉത്തരം ശരിയാണ്. അപ്പോ 1,00,000 രൂപയായി. ഇനി നമ്മൾ 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ: തിരുവനന്തപുരത്ത് ഈ അടുത്ത് അനാവരണം ചെയ്യപ്പെട്ട ഐറിസ് ഇന്ത്യയിൽ ഏത് തൊഴിൽ മേഖലയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടാണ്? ഓപ്ഷൻ എ അധ്യാപനം, ഓപ്ഷൻ ബി ഡ്രൈവിംഗ്, ഓപ്ഷൻ സി കൃഷി, ഓപ്ഷൻ ഡി കെട്ടിട നിർമ്മാണം. സർ, ഓപ്ഷൻ എ അധ്യാപനം. അധ്യാപനമായിരിക്കുമോ? അതിനെക്കുറിച്ച് കേട്ടിരുന്നോ? അധ്യാപനം അല്ല, ഇതിനെക്കുറിച്ച് കേട്ടിരുന്നോ? ഇങ്ങനൊരു റോബോട്ടിനെ കുറിച്ചൊക്കെ കേട്ടിരുന്നോ? AI റോബോട്ട്, അധ്യാപനം. പൂട്ടാമോ? എനിക്ക് പൂട്ടാം. ഒന്നും നോക്കണ്ടല്ലോ, ഞാൻ ഈ മേലും കീഴും നോക്കണ്ടല്ലോ. പൂട്ടോ? പൂട്ടിക്കോ. അവരുടെ മുഖത്തൊന്ന് നോക്കി. പൂട്ടിക്കോ? ഒരു ആശ്വാസത്തിലാണോ? സിസ്റ്ററിന്റെ മുഖം വാടിയോ? ഇല്ലില്ല, വാടുന്നില്ല. ഓക്കെ, ഓപ്ഷൻ എ. അല്ല, സിസ്റ്റർ വിചാരിക്കും പരാജയപ്പെട്ടല്ലോ എന്തോ, നമ്മൾ എത്രയോ പരാജയങ്ങൾ കണ്ടു കാണും ജീവിതത്തിൽ, അല്ലേ? ഓക്കെ, ചുമ്മാ സിസ്റ്ററെ, ഉത്തരം ശരിയാണ്. ഓപ്ഷൻ എ അധ്യാപനമാണ്. 60,000 രൂപ കിട്ടി. മതിയോ? ഇത്രയും മതിയോ? പോരാ. കുട്ടേട്ടാ, എന്താ പറയാൻ വന്നല്ലോ? ജിലുമോൾ, താങ്കളോട് കുട്ടേട്ടൻ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഒരിക്കൽ രാത്രി 12 മണിക്ക് ശേഷം താങ്കൾക്കൊരു ഫോൺ കോൾ വന്നിരുന്നു. താങ്കൾ ആ ഫോൺ കോൾ എടുത്തു. ആ ഫോൺ കോൾ എടുത്തത് കൊണ്ട് ഒരാൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? അങ്ങനെയുണ്ടോ? ഉണ്ട് കുട്ടേട്ടാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നായിരുന്നു ഇത്?
അത് 2016 മനോരമയില് എന്നെ കുറിച്ചൊരു ചെറിയ ആർട്ടിക്കിൾ വന്നു. അതിനകത്ത് അതിന്റെ തലക്കെട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്നെ കുറിച്ചൊരു ചെറിയ ആർട്ടിക്കിൾ വന്നു. അതിൽ എന്റെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അയ്യോ, ഫോൺ നമ്പർ കൊടുക്കൂ? ഇല്ല, അത് എനിക്കും പറ്റിയൊരു അബദ്ധമാണ്. കാരണം എന്റെ നമ്പർ കൊടുക്കട്ടെ എന്ന് ചോദിച്ചാൽ അവരുടെ സൈഡിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്ന് ജിയോയുടെ ഫോൺ നമ്പർ ജിയോ ഇറങ്ങിയ സമയമായിരുന്നു. അപ്പൊ ആ ഒരു മാർച്ച് മാസത്തോടു കൂടി അങ്ങാണ്ട് 5 ദിവസം കൂടി കഴിയുമ്പം ഈ വാലിഡിറ്റി അവസാനിക്കും. പിന്നെ അതെ അതെ, ധൈര്യമായിട്ട് ഞാൻ ഫോൺ നമ്പർ കൊടുത്തു. പക്ഷെ ജിയോ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. എനിക്ക് പണി കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫോൺ വരുന്നത്. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുന്ന സമയമാണ്. അപ്പൊ എനിക്കൊരു ഈ സമയത്ത് ഒരു കോള് വന്നു. 12:30 സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫോൺ എടുത്തു. ഹലോ എന്ന് വെച്ചു. അപ്പൊ ജിലുമോളല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ അതെ, സുഖമായിട്ട് ഇരിക്കുന്നോ എന്തോ ചോദിച്ചു. അപ്പൊ ഞാൻ ഈ സമയത്താണോ ചേട്ടാ സുഖവിവരം അന്വേഷിക്കാനായിട്ട് വിളിക്കുന്നതെന്ന് കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പൊ ആ സൈഡിൽ നിന്ന് പറഞ്ഞത്, മരിക്കാനായിട്ട് നിൽക്കുന്ന, സൂയിസൈഡ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് എന്ത് സമയം മോളേന്ന്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ചോദിച്ചു മരിക്കാനായിട്ടോ? അപ്പൊ പറഞ്ഞു അയാൾ സൂയിസൈഡ് ചെയ്യാനായിട്ട് നിൽക്കുവാണ്. ആ സമയത്താണ് അയാൾക്ക് ഈ ഒരു അല്ലല്ല ഈ ഒരു പേപ്പർ കഷ്ണം അവിടെ കിടന്ന് കിട്ടുന്നത്. അങ്ങനെ ഇയാൾ ഇതെടുത്ത് ജസ്റ്റ് ഇങ്ങനെ വായിച്ചു നോക്കി. അങ്ങനെയാണ് ആ സമയത്താണ് ആ നമ്പറിൽ നിന്ന് എന്നെ വിളിക്കുന്നത്. ഇത് എത്രത്തോളം ജെനുവിൻ ആണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ചേച്ചി മുന്നോട്ട് പോകാനായിട്ടൊരു പ്രതീക്ഷയാണ്, അല്ലെ ജിലു കാരണം ഞാൻ സൂയിസൈഡ് ചെയ്യേണ്ടി വരുന്ന പല സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. അത് തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം. ഈ ജിലുവിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു സമീപനം എങ്ങനെയാണ്? അതായത് നമ്മുടെ ജീവിതം വഴിമുട്ടി, അത് ജിലുവിന്റെ ജീവിതത്തിൽ ഒരുപാട് തവണ ഉണ്ടായി കാണുമല്ലോ. അപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ വെളിച്ചമേ കാണുന്നില്ല, ഇരുട്ടിൽപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചില ആൾക്കാർ മരണത്തിന്റെ വഴി തിരഞ്ഞെടുക്കും. ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് കളയാം. ചില ആളുകൾ ഇരുട്ടിനെ കീറി മുറിച്ച് അവിടെ എവിടെയെങ്കിലും ഒരു പ്രകാശ ബിന്ദു ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കും. ജിലു ഇതിൽ ഏത് ഗ്രൂപ്പിലാ? ഞാൻ സാർ പറഞ്ഞ 2ാമത്തെ ഗ്രൂപ്പിലായിരിക്കും. കാരണം ഏതൊരു നിമിഷവും എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുന്നിൽ പ്രതിസന്ധി നിറഞ്ഞത് തന്നെയാണ്. ഒരു സെക്കൻഡ് എടുക്കുവാണെങ്കിൽ പോലും പ്രതിസന്ധി നിറഞ്ഞാണ്. പക്ഷെ അതിനെല്ലാം തരണം ചെയ്ത് പോകാനായിട്ട് ദൈവം സഹായിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ നല്ല ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പുറത്താണെങ്കിൽ നല്ല ആളുകളെ കണ്ടെത്തിയിട്ടുണ്ടാവും, ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരിടത്തും ഞാൻ സ്റ്റക്കായിട്ടില്ല. ഈ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ജിലുവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ഈ ശാരീരിക പരിമിതി ഒന്നും, ഈ ഫിസിക്കൽ ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒന്നും ഒരു ഭിന്നശേഷിയിലേക്ക് നമ്മൾ ഇൻവെർട്ടർ കോമയിൽ കൊണ്ടിടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ പ്രശ്നമൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതേ ഇല്ല. ജിലു അത് വളരെ വളർത്തിയെടുത്തതാണോ അതോ അങ്ങനൊരു ചിന്തയായിരുന്നു കുട്ടിക്കാലം മുതലേ ഉള്ളിലുണ്ടായിരുന്നത്? എനിക്ക് തോന്നുന്നു അതെനിക്ക് കിട്ടിയൊരു ബ്ലെസ്സിങ് ആണ്. ഒന്ന് ഞാൻ പറഞ്ഞു, വീട്ടിലൊരു സ്പെഷ്യൽ സൈഡായിട്ടോ ഒരു പ്രത്യേക പാമ്പറിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇല്ല എങ്ങനെയാണോ ഇതിപ്പോ ബാക്കി മക്കളൊക്കെ വളരുന്നത് അതുപോലെ തന്നെയാണ് വീട്ടിലും ഞാൻ വളർന്നത്. പിന്നെ മേഴ്സി ഹോമിൽ വന്നു കഴിഞ്ഞപ്പോൾ സിസ്റ്റർമാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, നിങ്ങൾ നാളെ നിങ്ങളുടെ സ്വയം പര്യാപ്തത ആകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അമ്മമാർ ഞങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നു. അപ്പം പ്രത്യേക ആവശ്യങ്ങളായിരിക്കും ഓരോ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കുള്ളത്. പക്ഷെ അവരുടെ നീഡ് അനുസരിച്ച് അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് ശീലിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾക്ക് ഈ വൈതരണിയൊന്നും പ്രശ്നമല്ല അല്ലേ? വഴിമുടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തട്ടി മാറ്റി ഇല്ല, എനിക്ക് അങ്ങനെ കൈയില്ല എന്നുള്ള ഒരു പേരിലൊരു വിഷമം എനിക്ക് ഇന്ന് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഇല്ല, ബുദ്ധിമുട്ടുകളുണ്ട് മുന്നോട്ട് പോകുമ്പം യാത്രയില്. മീൻസ് കൈയില്ല എന്ന് പറയുന്നത് ശരിക്കും കുറവ് തന്നെയാണ്. പക്ഷെ എനിക്കൊരു മാനസികമായിട്ട് അങ്ങനെ ഒരു വിഷമം പറഞ്ഞത് ഈ നമ്മളിപ്പോ ഈ മുടി ചെയ്യുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. പെൺകുട്ടികളാകുമ്പോൾ അതൊക്കെ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കാലുകൊണ്ട് വളരെ എളുപ്പമാണോ? എനിക്ക് മുടി ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കെട്ടാൻ പറ്റില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ കാലുകൊണ്ട് തന്നെ ചെയ്യും. പ്രാക്ടീസ് കൊണ്ട് നേടാവുന്നതാണോ? അതെ അതെ. ഓക്കെ, നമ്മൾ ഈ പല്ല് ബ്രഷ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള പ്രാഥമിക കർമ്മങ്ങളൊക്കെ നമ്മള് ഇപ്പൊ ഞാൻ എൻ്റെ ആദ്യത്തെ കാലത്തില് എനിക്ക് മരിയെല്ലാമയാണ് ബ്രഷ് ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് ആരെങ്കിലും ബ്രഷ് ചെയ്ത് തരുമായിരുന്നു. അപ്പോ മെഴ്സി ഹോമിൽ തന്നെ കാലിന് പോളിയോ വന്നതോ അല്ലെങ്കിൽ കാലിന് പലതരത്തിൽ ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് സിങ്ക് ഇങ്ങനെ കെട്ടി ഇട്ടേക്കുവാണ്. അപ്പൊ കുട്ടികൾ കൈ മുട്ട് കുത്തിയിട്ട് ആ സിങ്കിൽ വന്ന് ബ്രഷ് ചെയ്യുന്നത്. അപ്പൊ ഞാനും ആദ്യ കാലങ്ങളിൽ ബ്രഷ് ചെയ്തോണ്ടിരുന്നേ അതിന്റെ ഒരു സൈഡിലിരിക്കും. സിങ്ക് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നതാണ്, നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും, മറിഞ്ഞു പോകത്തൊന്നുമില്ല. അതിലിരുന്നാണ് ഞാൻ ബ്രഷ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ കപ്പിലെടുത്ത് ആയിരുന്നു കഴുകിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പൊ ഒരു നോർമൽ ആള് എങ്ങനെയാണോ ഒരു നോർമൽ വാഷ് ബേസിന്റെ അടുത്ത് പോയി ബ്രഷ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ മുഖം കഴുകി കാര്യങ്ങൾ ചെയ്ത് പോകുന്നത്, ആ രീതിയിലോട്ട് ഞാൻ എത്തി. പക്ഷെ ഇതിനൊക്കെ
ഈ പറയുന്ന ഓരോ സമയമെടുത്തു. ആദ്യം ഇരുന്ന്, പിന്നെ കപ്പിലെടുത്തു, പിന്നെ വാഷ് ബേസിന് അത്ര എത്തത്തില്ലാത്തതുകൊണ്ട് കുറച്ച് എന്തെങ്കിലും പടിയിട്ട് കയറി നിന്നു, കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടി നിന്നു. ഒരു നോർമൽ ഏത് വാഷ് ബേസിനാണോ അതിലെനിക്ക് യൂസ് ചെയ്തിട്ട് പോകാവുന്ന രീതിയിലോട്ട് ഞാനായി. അല്ല, ഈ ട്രെയിനിങ് എത്ര കാലം കൊണ്ട് നമുക്ക് നേടാൻ പറ്റി? അത് വളരെ ചെറുപ്പത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മൾ ഈ കുളിക്കാനോ ഒന്നിനും ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. ഇല്ലില്ല. ഞാൻ കുളിക്കുന്നത് ഒരു ചെറിയ സ്റ്റൂളുണ്ട്, ആ സ്റ്റൂളിൽ ഇരുന്നിട്ടാണ് ഞാൻ കുളിക്കുന്നത്. അതുപോലെ തന്നെ ജീൻസ്, എല്ലാവർക്കും ഉള്ള സംശയമാണ് എങ്ങനെയാണ് ജീൻസ് ഇടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ YWCയിൽ സിംഗിൾ റൂമിലാണ് താമസിച്ചത്. ഇപ്പോൾ റൂമിൽ ഞാനൊരു ഹുക്ക് പോലെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ട് എനിക്കിപ്പം കോമൺ ടോയ്ലറ്റോ കാര്യങ്ങളോ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ ഈ പറയുന്ന റൂമിൽ തന്നെ അങ്ങനെ ഒരു ഹുക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുവഴി എനിക്ക് ജീൻസ് കാര്യങ്ങളെല്ലാം ഇടാം, എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് ആരുടെയും ഒരു സഹായം ആവശ്യമില്ല നമുക്ക്. ഇല്ലില്ല. മുടി കെട്ടാനായിട്ട് വേണം, മുടി ഇങ്ങനെ നീറ്റായിട്ട് കെട്ടി വെക്കാനായിട്ട് പറ്റത്തില്ല. അതേ ഉള്ളൂ നമുക്ക് ആകെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ. ജിലുവിന്റെ ജീവിതയാത്രയിൽ എപ്പോഴും ഒരുപാട് ആൾക്കാർ ഹെൽപ്പിനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ താമസിച്ച സ്ഥലമൊക്കെ സിസ്റ്റേഴ്സും ഒക്കെ ഒരുപാട് സഹായത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് ഏറ്റവും അവസാനം നമ്മൾ സെന്റ് തെരേസയിൽ ചെന്നപ്പോൾ അവിടെ വീട് വെച്ച് തരാനും ആളുണ്ടായി. ഇനി ഒരു തറയാണ് അത് നമ്മൾ കണ്ടുപിടിക്കുന്നത്, നമ്മൾ പറഞ്ഞേക്കുന്നത് അല്ലേ. നമ്മൾ സംഘടിതമായിട്ട് അങ്ങ് ഇറങ്ങും. ഇവിടെ ഒരു തറ കിടപ്പുണ്ട്. ജിലുവിന് എവിടേക്കാണ് താമസിക്കേണ്ടത്? എറണാകുളത്ത് തന്നെ സിറ്റിക്കകത്ത് താമസിക്കണമെന്നുണ്ടോ? എറണാകുളത്ത് താമസിക്കണം എന്നാണ് ആഗ്രഹം. എന്നാലാണ് എന്റെ ജോലിയും കാര്യങ്ങളുമായിട്ട് എനിക്ക് മുന്നോട്ട് പോയി ലൈഫ് അത് കുഴപ്പമില്ല, ദാറ്റ് ഈസ് ഓക്കെ. ഞാൻ പറയുന്നത് ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോവോ, ഭാവിയിൽ ഒരു കല്യാണം കഴിക്കുവോ? അറിയത്തില്ല. ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടില്ല. ഇല്ല, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇല്ല ഇല്ല, എനിക്ക് അങ്ങനെ ഒരാളെത്തിയാൽ നമ്മൾ ആലോചിക്കുന്നതാണോ? കല്യാണത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഇതുവരെ അങ്ങനെ സീരിയസ് ആയിട്ട് അതിനെ കുറിച്ചൊരു ചിന്ത വന്നിട്ടില്ല. അതാണ് സത്യം. അങ്ങനെ കിടക്കുക. ജിലു, നമ്മൾ ഇനി 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. 70,000 വച്ചടി കയറ്റമാണ്. ഓക്കെ, റെഡി? മോണിറ്റർ. വേട്ടക്കാർ വെടിവെച്ചിരുന്ന പക്ഷികളെ തിരികെ കൊണ്ടുവരുവാൻ കഴിവുള്ളതുകൊണ്ട് ആ പേര് ലഭിച്ച നായ് ഇനം ഏത്? ഓപ്ഷൻ എ ഗോൾഡൻ റിട്രീവർ, ഓപ്ഷൻ ബി ഡോബർമാൻ, ഓപ്ഷൻ സി ചിവാവ, ഓപ്ഷൻ ഡി ജർമ്മൻ ഷെപ്പേർഡ്. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഓപ്ഷൻ പറയാം. ഓപ്ഷൻ വണ്ടി ഇപ്പൊ ഒരിടത്ത് ഇടിച്ച് നിൽക്കുക. ലൈസൻസ് നമ്മുടെ കയ്യിലുണ്ട്? ഇല്ല, ഇടിച്ചിട്ടില്ല. ഇല്ല, ഇടിച്ചിട്ടില്ലല്ലോ. വണ്ടി ഇങ്ങനെ സർ, ഓപ്ഷൻ എ ഗോൾഡൻ റിട്രീവർ. ഓപ്ഷൻ എ ഗോൾഡൻ റിട്രീവർ. ഇതിൽ കൂടുതൽ നിസ്സാരമായ ചോദ്യം ലോകത്ത് ഏതെങ്കിലും ഒരു ക്വിസിംഗിൽ കണ്ടു കാണൂ? കാര്യം അതിൽ തന്നെ ഉത്തരം റിട്രീവർ കിടക്കാണ്. ഓപ്ഷൻ എ ഗോൾഡൻ റിട്രീവർ ഉത്തരം ശരിയാണ്. 70,000 രൂപ കൈ കിട്ടി. ഇനി നമുക്ക് 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ പ്ലീസ്. ഞാൻ ചോദിക്കാൻ പറഞ്ഞു, ജിലു ഒരു സ്വന്തമായിട്ടൊരു ജോലി വേണം, സ്ഥിരമായൊരു ജോലി എവിടെയെങ്കിലും വേണം തേടി നടക്കുകയാണല്ലോ. അപ്പൊ ഈ അപേക്ഷകളൊക്കെ അയച്ചിരുന്നോ? അയക്കുന്നുണ്ട്. റെസ്പോൺസ് എങ്ങനെയാ? എനിക്ക് നല്ല രീതിയിൽ റെസ്പോൺസ് വരാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഡിസേബിൾഡ് ആണ്, എത്ര പെർസെൻറ്റേജ് ഡിസബിലിറ്റി എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ ഓക്കെ, ടാലി അറിയാവോ? എനിക്ക് ടാലി, ഞാൻ ഡിസൈനറാണ്, അപ്പോൾ എനിക്ക് ടാലിയിലൊന്നും ജോലി ചെയ്യേണ്ട ഒരു കാര്യം വരുന്നില്ല. അപ്പൊ ആ ഒരു കാര്യം അങ്ങനെ ചോദിക്കാറുണ്ട്. ഡിസൈനിങ്ങായിട്ട് ബന്ധമില്ല. അപ്പൊ ഞങ്ങൾക്ക് ടാലിയും കൂടി അറിയാവുന്ന ഡിസൈനറെയാണ് വേണ്ടതെന്ന് പറയും. പക്ഷെ അങ്ങനെ ഒരു ഡിസൈനർക്ക് അത് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അത് ഞാൻ കുറെ ഡിസൈനേഴ്സിനെ കാണാറുണ്ട് ജീവിതത്തില്. പക്ഷെ അവരോടൊന്നും ആരും ടാലി ചോദിച്ചോട്ട് ഞാൻ അറിയില്ല. അത് ടാലി ആവുന്നില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. ഒരു കാരണം പറയണമല്ലോ. വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി മാമിന് എനിക്കൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആവുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. ഡബ് ചെയ്തിട്ടുണ്ട്. സിനിമയിലല്ല, ഞാൻ കോളേജിൽ പഠിക്കുന്ന ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഷോർട്ട് മൂവിയിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് 3 days എന്ന് പറയുന്നത്. എനിക്ക് ഡബ് ചെയ്യണം എന്നുള്ള ആഗ്രഹം പറഞ്ഞ് ഞാൻ മാഡത്തിനെ വിളിച്ചു. അപ്പൊ ഫെഫ്ക വഴി ഈ മാസം 27-ാം തീയതി മെമ്പർഷിപ്പ് അവർ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഒരു ഡബിങ് ആർട്ടിസ്റ്റായി മാറും. വെൽ ഡൺ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഡബ് ചെയ്യണ്ടേ വിളിക്കാം. ചിലപ്പോൾ എന്റെ വോയിസ് ഒക്കെ ഒന്ന് ഡബ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 80,000. ഞാൻ വന്നു, കണ്ടു, കീഴടക്കി എന്ന വാചകം ഏത് പ്രശസ്ത ചക്രവർത്തി പറഞ്ഞതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്? വന്നു, കണ്ടു, കീഴടക്കി. ഓപ്ഷൻ എ നീറോ, ഓപ്ഷൻ ബി അലക്സാണ്ടർ ചക്രവർത്തി, ഓപ്ഷൻ സി ജൂലിയസ് സീസർ, ഓപ്ഷൻ ഡി നെപ്പോളിയൻ. ഞാൻ വന്നു, കണ്ടു, കീഴടക്കി.
ഓപ്ഷൻ സി ജൂലിയസ് സീസർ. ഞാൻ പൂട്ടോ. ആ, ഓപ്ഷൻ സി ജൂലിയസ് സീസർ. yes. ഉത്തരം ശരിയാണ്. ജൂലിയസ് സീസർ ആണ് ശരി ഉത്തരം. ഷേക്സ്പിയറിന്റെ നാടകങ്ങളിൽ ഒക്കെ ബന്ധമുണ്ടോ? പഠിച്ചത് ആനിമേഷൻ ആൻഡ് ഗ്രാഫിക്സ് ആണ് പഠിച്ചത്. വായിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, റെഡി. അപ്പൊ 80,000 രൂപ പോക്കറ്റിലായി. നമുക്കിനി 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ്. 100,000 റുപ്പീസ് ആണ്. സൂക്ഷിച്ച് ചോദ്യം മനസ്സിലാക്കി ഉത്തരം പറയണം. പരീക്ഷയ്ക്കും ടീച്ചേഴ്സ് അങ്ങനല്ലേ പറയുന്നത്, ചോദ്യം മനസ്സിലാക്കി ഉത്തരം എഴുതണം എന്നല്ലേ. അപ്പോ റെഡി കുട്ടേട്ടാ? ലെവൽ 3. ഒന്ന് കിടുങ്ങും ഒരു രസമുണ്ടല്ലേ. ഞാൻ ഈ കിടുക്കം എത്ര കൊല്ലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കാന്നറിയോ. ഇപ്പൊ എനിക്ക് വീട്ടിൽ ചെന്നാൽ ഇങ്ങനെ ഒന്ന് കിടുങ്ങിയാലേ ഉറങ്ങാൻ പറ്റൂ. 1 ലക്ഷം രൂപയുടെ ചോദ്യം മോണിറ്റർ. ഞാൻ ജിലു അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. ജിലുവിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി നിർവഹിക്കാൻ ഏറ്റവും നല്ലത് ഒരു വീടാണോ, ഒരു ഫ്ലാറ്റ് ആണോ, ഒരു വില്ലയാണോ? മുനിസിപ്പലിനോടൊന്ന് ചോദിക്കും അല്ലേ. ടീച്ചറിന്റെ അഭിപ്രായം എന്തുവാ? പിന്നെ സ്ഥലം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒന്ന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. 1-2 വ്യക്തികൾ മുന്നോട്ട് വരികയും ചെയ്തു. അപ്പൊ ഞങ്ങൾ അവരുടെ സ്ഥലം കാണാൻ വേണ്ടി പോയപ്പോഴാണ് അതിന്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് മനസ്സിലാവുന്നത്. ജിലുവിന് കാറില്ലാണ്ട് സഞ്ചരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നല്ല വഴിയുള്ള ഒരു സ്ഥലം വേണം. പിന്നെ രണ്ടാമത് സെക്യൂരിറ്റി. ഇപ്പം ഒറ്റയ്ക്കാ താമസിക്കുന്നത്. അപ്പം നമുക്ക് അടക്കത്തിനും ഒതുക്കത്തിനും കയ്യെത്താവുന്ന ദൂരത്തിൽ എല്ലാ കാര്യങ്ങളും എത്തുന്ന വിധത്തിലും ഒക്കെ ഒരു സ്ഥലം വേണം. അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പം എറണാകുളത്ത് പ്രത്യേകിച്ച് ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന്. ഒരു സെക്യൂരിറ്റി വൈസ് നല്ലതാണെന്ന് തോന്നുന്നു. അതെ, നമ്മളത് ആലോചിച്ചു വന്നു. സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒക്കെ നോക്കുമ്പോ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആകുന്നെന്ന് മനസ്സിലായി. ഈ പണമൊക്കെ ഇത് ആരാ എടുക്കാൻ പോകുന്നത്? അവിടുത്തെ കുട്ടികളാണോ അതോ നിങ്ങൾ എല്ലാവരും? കുട്ടികളും ഉണ്ട്. നമ്മൾ ഒരുപാട് വെൽ വിഷേഴ്സ് ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തില്. കോളേജ് വേറെ കുറച്ച് ആൾക്കാർക്ക് വീടുകളൊക്കെ ആവശ്യമുണ്ട്, അങ്ങോട്ട് പറഞ്ഞുകൂടാന്ന് വിചാരിച്ചാ. അല്ലേ? ഓക്കെ, റെഡി. അപ്പൊ 1 ലക്ഷം രൂപയുടെ ചോദ്യം. ഇനി പറയുന്ന പോലെ ഏത് രാജ്യത്താണ് അക്യുപങ്ചർ എന്ന ബദൽ ചികിത്സാ രീതി ഉദ്ഭവിച്ചത്? ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ദക്ഷിണ കൊറിയ, ഓപ്ഷൻ സി ഇന്തോനേഷ്യ, ഓപ്ഷൻ ഡി ഈജിപ്ത്. സർ, ഓപ്ഷൻ എ ചൈന. ചൈനയിലായിരിക്കുമോ? പൂട്ടട്ടെ? പൂട്ടിക്കോ. ഓപ്ഷൻ എ വളരെ വേദനയോടെ ഞാൻ പൂട്ടുന്നു. ഇല്ല, വളരെ സന്തോഷത്തോടെ പൂട്ടുന്നു. അല്ല, അത് റിസൾട്ട് അറിയുമ്പോഴല്ലേ അറിയൂ സന്തോഷമാണോ വിഷമാണോ എന്നുള്ളത്. ഇപ്പൊ ഞാന് വേദനയോടെ പൂട്ടുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും? ശരിയായിരിക്കും. അല്ലല്ല, തിരിച്ചല്ലേ. ഓപ്ഷൻ എ ചൈന. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണപ്പോ? ശരിയാണ്. ഓപ്ഷൻ എ ചൈനയാണ് ശരി ഉത്തരം. അപ്പൊ 1 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 2 lakhs. ചോദിച്ചു കേട്ടോ? റെഡിയാണല്ലോ? അപ്പൊ ഈ 2 ലക്ഷം ഒക്കെ കിട്ടുന്ന കാര്യം ആലോചിച്ചാണ് ഒരു നേരം മനസ്സൊന്ന് പതറിയെന്ന് തോന്നുന്നു. ഇല്ല, പതറിയിട്ടൊന്നുമില്ല. ഇവിടെ തന്നെയുണ്ട്. പണം കണ്ടാൽ പതറുവോ? ഇല്ല. പണം കാണാതിരുന്നാൽ പതറുവോ? ഇല്ല. രണ്ടുമില്ല. ഈ പണത്തിന്റെ ഒക്കെ ഒരു ആവശ്യം എന്താ ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, ഒരു കാര്യമില്ല. അപ്പൊ ചോദ്യം, ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഏക മധ്യ അമേരിക്കൻ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഗ്വാട്ടിമാല, ഓപ്ഷൻ ബി നിക്കരാഗ്വ, ഓപ്ഷൻ സി പനാമ, ഓപ്ഷൻ ഡി ബെലീസ്. പിടിവള്ളി എടുത്തിട്ടില്ല ഇതുവരെ? ഇല്ല. സംശയം ഉണ്ടെങ്കിൽ ഇനി കയറി ഗസ് ചെയ്യരുത്. ഇല്ല. എനിക്ക് തോന്നുന്നത് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് ഇവിടെ ചോദിക്കാം അല്ലേ? ഓക്കെ, ഒരു പിടിവള്ളി. അപ്പൊ സിസ്റ്ററെ ഒന്ന് വായിച്ചു കൊടുക്കുക. ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹമുള്ള ആളല്ലേ? ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഏക മധ്യ അമേരിക്കൻ രാജ്യം ഏതാണ്? ടീച്ചർ സെൻട്രൽ അമേരിക്കയിൽ പോയിട്ടുണ്ടോ? ലാറ്റിൻ അമേരിക്കയിൽ എവിടെയും പോയിട്ടില്ല? സിസ്റ്ററോ? ഇല്ല. നിങ്ങൾക്ക് മത്തായി ചേട്ടാ ഉത്തരം പറയാനാണോ? പിന്നല്ലേ, ഗോട്ടിമാലയാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഗോട്ടിമാലയാണ് മത്താച്ചന്റെ മനസ്സിലായി. ഗോട്ടിമാല പോയിട്ടുണ്ടോ? നിക്കോരക്കയില്? ഇല്ല. അപ്പം മത്തായി ചേട്ടൻ ഗോട്ടിമാല എന്ന് പറയുന്നു. നല്ലൊരു സ്ഥലമാ ഗോട്ടിമാല. വേണേ കുട്ടേട്ടനോട് ചോദിച്ചു. കുട്ടേട്ടാ, ജിലുമോളെ തീർച്ചയായിട്ടും കുട്ടേട്ടൻ സഹായിക്കാം. 3 ഓപ്ഷൻ പറയും. അതിൽ 1 ശരി ഉത്തരമാണ്. ബി നിക്കരാഗ്വ, സി
പനാമ, ഡി ബെലീസ്. മത്തായി ചേട്ടാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കട്ടെ. ആ, ഓപ്ഷൻ ഡി ബെലീസ്. ഓപ്ഷൻ ഡി ബെലീസ്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 2 ലക്ഷം രൂപ കിട്ടി. ഇനി നമ്മള് 3 ലക്ഷം രൂപയിലേക്ക് പോവാണ്. 3 lakhs. ലക്ഷങ്ങളെ കണക്ക് കേട്ടാ പേടിയാവൂ? ഇല്ല. ഞാൻ റിസർവ് ബാങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, റെഡി. അപ്പൊ ഇനി ഒരു പിടിവള്ളി ബാക്കിയുണ്ട്. ഒരു പിടിവള്ളി, ഒറ്റ പിടിവള്ളി കുട്ടേട്ടന്റെ. അതേ ഉള്ളൂ. അപ്പൊ ഒറ്റയ്ക്ക് പോരാടണം. താങ്കൾ കുറച്ച് പോരാടാൻ പിടിക്കുകയാണല്ലോ. ഓക്കെ, റെഡി. ഇന്ത്യയിലെ ആദ്യ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ സഹ ആതിഥേയത്വം വഹിച്ചത് ഇനി പറയുന്നവയിൽ ഏത് പ്രദേശമാണ്? ഓപ്ഷൻ എ ഗോവ, ഓപ്ഷൻ ബി കേരളം, ഓപ്ഷൻ സി ജമ്മു ആൻഡ് കാശ്മീർ, ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. കമ്പോള നിലവാരാവലോകനം. തെറ്റിയാൽ 20,000 രൂപ, പിൻവാങ്ങിയാൽ 1 ലക്ഷം രൂപ, വിജയിച്ചാൽ 3 ലക്ഷം രൂപ. കമ്പോള നിലവാരാവലോകനം കഴിഞ്ഞു. ഓക്കെ, പിടിവള്ളി വേണോ? നമുക്ക് കുട്ടേട്ടനോട് ചോദിക്കാം. കുട്ടേട്ടാ. യെസ് ബോസ്. ജിലുമോൾ, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും. അതിൽ 1 ശരി ഉത്തരമാണ്. എ ഗോവ, ബി കേരളം, സി ജമ്മു ആൻഡ് കാശ്മീർ. കൺഫ്യൂഷൻ. എന്റെ മുഖത്ത് നോക്കിയ ഉത്തരം കിട്ടുമോ? ഇത്ര എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞു. പല ആൾക്കാരും പറയുന്നത് എന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം മണിമണി പോലെ വരുമെന്നാ പറയുന്നത്. കിട്ടുമോ? ഉത്തരം കിട്ടുമോ? ഇല്ല, കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ചെറുതായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? ഓ, അത് ഞാൻ വിജയിച്ചു. വിജയിച്ചു. കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമമായ ധർമ്മം. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മണ്യേ വാതി കാരത്തെ മാ ഫലേഷു കഥാജന എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? താങ്കൾ ഈ വേദിയിൽ നിന്ന് പിന്മാറുന്നു. അപ്പോൾ 1 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു. ഇനി ഒരു ഉത്തരം പറഞ്ഞേ. ഓപ്ഷൻ സി ജമ്മു കാശ്മീർ. അത് കറക്റ്റാ. ആ ഉത്തരം ശരിയാണ്. അപ്പൊ അതാണ് ശരി ഉത്തരം. അപ്പൊ 1 ലക്ഷം രൂപ, 100,000 rupees കയ്യിലുണ്ട്. ഇപ്പൊ താങ്കൾ മോട്ടിവേഷൻ സ്പീക്കർ അല്ലേ? ഇപ്പൊ ജനങ്ങളോട് മോട്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യം എന്തോ? ഇപ്പൊ എനിക്ക് തോന്നുന്നത് താങ്കൾ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ലൈസൻസ് ജീവിതത്തിൽ നേടിയ ഏഷ്യയിലെ ആദ്യ വനിതയാണ്. തൊടുപുഴക്കാരി. കൊടി പാറിച്ചിരിക്കുകയാണ്. അപ്പോ ജീവിതം എന്ന് പറയുന്ന ഒരുപാട് മതിൽക്കെട്ടുകൾ വന്നിട്ടും ആ മതിൽക്കെട്ടുകളൊക്കെ തട്ടി പൊട്ടിച്ച് അപ്പുറത്ത് ചാടി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. അപ്പൊ പറയൂ, ഈ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യം പറയൂ. പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. എന്റെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒരു ജേർണി ഭയങ്കര വലുതായിരുന്നു. അതിൽ നിന്ന് തന്നെ ഒരു മെസ്സേജ് കൊടുക്കാന്ന് ഓർത്തു. ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ്. റിസൾട്ട് പെട്ടെന്ന് വേണം. അതെ, ക്വിക്കാണ്. പക്ഷെ അതിൻ്റെതായ സമയമെടുത്ത് കയ്യിലോട്ട് വരുന്നതിന് മാധുര്യം കൂടും. അപ്പം പെട്ടെന്ന് കിട്ടുന്നതിനേക്കാളും അതിൻ്റെ സമയത്തിലും കാലത്തിലും എല്ലാം കയ്യിലോട്ട് വന്ന് അത് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ഷമയാണ് വേണ്ടത്. അതെ, അതാണ് നമ്മൾ ഈ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം. അല്ലേ? പരിചയപ്പെടാൻ പറ്റിയതിലൊക്കെ വളരെ സന്തോഷം. താങ്കളുടെ മോട്ടിവേഷനായിട്ട് മുന്നോട്ട് പോവാ. താങ്ക് യു സർ. ജിലുവിനെ ഇനിയും കാണാം. ഓക്കെ, ശരി സർ. ഓക്കെ, താങ്ക് യു ജിലു. നമ്മൾ ഇനി താഴോട്ട്. ഓക്കെ, താങ്ക് യു. ആ കുട്ടേട്ടാ, ലെവൽ 1. ജിലുവിനോട് സർട്ടിഫിക്കറ്റ് ആണ്. സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ. ദിസ് സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡഡ് ടു മിസ് ജിലു മോൾ മാരിയറ്റ് തോമസ്. മിസ് ജിലു ആണ്, നോട്ട് മിസ്സസ് ജിലു. മിസ് ജിലു മോൾ മാരിയറ്റ് തോമസ് ഫോർ പാർട്ടിസിപ്പേഷൻ ദ ഫ്ലവേഴ്സ് 1 കോടി. ഓക്കെ, ഈ സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഇനി യാത്ര എങ്ങോട്ടാ? പുറത്താ വണ്ടിയുണ്ടോ? പറക്കോ ഇതിനകത്ത്? ഓക്കെ, അപ്പൊ സന്തോഷം. താങ്ക് യു. അപ്പൊ കാണാം. ഓക്കെ, താങ്ക് യു. നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് പ്രതിബന്ധങ്ങളെയും കടന്നു പോകാം എന്നാണ് ജിലു നമ്മുടെ മുന്നിൽ തെളിയിക്കുന്നത്. ഇത്തരം ആളുകളാണ് നമുക്ക് വഴികാട്ടികളാകേണ്ടത്. മറ്റു മത്സരാർത്ഥിയുമായി ഇനി നാളെ രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.